ഭാര്യ മൊളി. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 17 വയസ്സ് കഴിഞ്ഞപ്പോൾ കിഡ്നിക്ക് അസുഖം തുടങ്ങി. ഏകദേശം 32, 33 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ ആദ്യമൊക്കെ ഒരു 3 വർഷക്കാലം ചികിത്സയൊക്കെ ആയിട്ട് പോയി. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും അസുഖം കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1995 കാലഘട്ടത്തിലെ അപ്പോൾ എൻ്റെ അയൽവക്കത്തുള്ള ചില ചേട്ടന്മാരൊക്കെ എന്നോട് പറഞ്ഞു, എൻ്റെ പഴയ പേര് കൃഷ്ണൻകുട്ടി എന്നായിരുന്നു കേട്ടോ. എന്നോട് പറഞ്ഞു, കൃഷ്ണൻകുട്ടി ഇങ്ങനെ കോട്ടയിൽ ധ്യാനം നടക്കുന്നുണ്ട്, നീ ഒരു ധ്യാനത്തിന് പോവുകയാണെങ്കിൽ നിന്റെ രോഗം മാറും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന വ്യക്തികൾ എൻ്റെ അധ്യാപകനൊക്കെയാണ്. അപ്പോൾ ഞാനൊരു ഹിന്ദു ആണല്ലോ, എനിക്ക് യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവം. അപ്പോൾ എനിക്ക് യേശുക്രിസ്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഹിന്ദുവായി എനിക്ക് ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്. അപ്പോൾ അവരോട് തിരിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരോട് തിരിച്ചൊന്നും പറയാൻ, അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കാണുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ 2-3 പേരുണ്ട്, അവർ ഒരു ധ്യാനത്തിന് പോ, നിന്റെ രോഗം മാറും, ധ്യാനത്തിന് പോ, രോഗം മാറും, അവിടെ ക്യാൻസറൊക്കെ മാറുന്നുണ്ട്, നീ ഒന്ന് ഒരു ധ്യാനം കൂടുന്നു. അപ്പോൾ എനിക്ക് പോയിട്ട് താല്പര്യമില്ല താനും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയുടെ കാതുകളിലെത്തി, ഈ ഡിവൈനിൽ പോയി ധ്യാനം കൂടിയാൽ അസുഖം മാറുന്ന കാര്യം എൻ്റെ അമ്മച്ചിയുടെ കാതുകളിലെത്തി. അമ്മച്ചി എന്നോട് പറഞ്ഞു, എടാ നീ പോട്ടയിലൊന്ന് പോ, അങ്ങനെയെങ്കിലും നിന്റെ രോഗം ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു, അമ്മച്ചി നമ്മൾ ഹിന്ദുക്കളല്ലേ, നമുക്കില്ലേ ദൈവങ്ങൾ, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന് എൻ്റെ രോഗം മാറ്റാൻ കഴിവില്ലെങ്കിൽ ഞാൻ മരിച്ചു പോയിക്കൊള്ളട്ടെ, എന്നാലും ധ്യാനത്തിന് പോകാൻ എന്നോട് പറയരുത്, ഞാൻ പോവില്ലെന്ന് പറഞ്ഞു. വീണ്ടും ഇവരും അമ്മച്ചി ഇങ്ങനെ നിർബന്ധിച്ച് എനിക്ക് സഹികെട്ട് ഇവരുടെ ശല്യം ഒന്ന് ഒഴിവാകട്ടെ എന്ന് വിചാരിച്ച് 1995 ഏപ്രിൽ 16 ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്നു. ഒരാഴ്ച അവിടെ ധ്യാനത്തിലൊക്കെ പങ്കെടുത്തു. ഹിന്ദുവായി എനിക്ക് ഈ വചനമൊന്നും വിശ്വാസമില്ല. അവിടെ ഇങ്ങനെ അക്രൈസ്തവരുടെ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ അല്പം വിശ്വാസം വരും. വീണ്ടും ഞാൻ അതിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും, ആ വിശ്വാസം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പം അങ്ങനെ അവസാനം ധ്യാനം തീരുന്ന തലേ രാത്രിയിൽ അഭിഷേക പ്രാർത്ഥനയുടെ സമയം എൻ്റെ ശിരസിൽ ഒരു വൈദികൻ കരങ്ങൾ വെച്ചപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഷോക്ക് അടിക്കുന്ന ഒരു അനുഭവം. അതിനുശേഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയം നിറയാൻ തുടങ്ങി. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, യേശുക്രിസ്തു ഞാൻ വിചാരിച്ച ആളൊന്നുമല്ല. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും സകല ജനതകളുടെയും കർത്താവും ദൈവമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നുള്ള വലിയൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു. ആ യേശുവിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം അങ്ങ് നിറയാൻ തുടങ്ങി. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രി മുഴുവൻ ഞാൻ ഈശോ സ്തുതിച്ചുകൊണ്ട് നേരം വെളുത്ത് ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുമ്പോൾ ഡിവൈനിൽ ഞാൻ പോകാൻ കാരണം പലരും നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഡിവൈനിൽ പോയിട്ട് എൻ്റെ ഈശോയെ അറിഞ്ഞത്. അപ്പോൾ ഈശോയെ അറിയാത്ത ഇതുമാത്രം ജനങ്ങളുണ്ട് ഈ ലോകത്ത്. എൻ്റെ ചുറ്റുപാടും എൻ്റെ കുടുംബത്തിലും ഒക്കെ ഒരുപാട് പേരുണ്ട് യേശുവിനെ അറിയാത്തവർ. അപ്പോൾ ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് ഞാൻ ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീട്ടിൽ വന്നു ഞാൻ കാണുന്നവരോടൊക്കെ ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങി. വചനമൊന്നും പറയാൻ അറിയില്ല, അന്നും അറിയില്ല, ഇന്നും അറിയില്ല. ഡിവൈനെക്കുറിച്ച് പറഞ്ഞ്, ഡിവൈൻ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞ്, കുറിച്ചൊക്കെ പറഞ്ഞ്, യേശുക്രിസ്തുവാണ് ദൈവമെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. സുപ്രഭാതത്തിൽ ഒരു ഹിന്ദുവായ മനുഷ്യൻ പോയി ധ്യാനം കൂടി വന്ന് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രശ്നമായി. നാട്ടിലെല്ലാവരും പറഞ്ഞു, എൻ്റെ രാമേട്ടൻ്റെ മകൻ കൃഷ്ണൻകുട്ടി ധ്യാനം കൂടി നാട് നീളെ എനിക്ക് വട്ടാന്ന് പറയാൻ തുടങ്ങി. പലരും എൻ്റെ എന്താണ് നിനക്ക് പറ്റിയത്, നിനക്ക് വട്ടുപിടിച്ചോ? ഒരു ദിവസം ഞാൻ വീട്ടിൽ ഒരു ചേർത്തി വീട്ടിൽ വന്നിട്ട് അമ്മച്ചിനോട്, എടി കൃഷ്ണൻകുട്ടിക്ക് വട്ടാന്ന് പറഞ്ഞിട്ട് അവനെ ചികിത്സിക്കാനൊന്നും കൊണ്ടുപോയില്ലേ? അമ്മച്ചി പറഞ്ഞു, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് എനിക്ക് സപ്പോർട്ട് തരാൻ ആരുമില്ല. അവിടെയുള്ള ക്രിസ്ത്യാനികൾ എനിക്ക് എതിരായിരുന്നു. ഹിന്ദുസ്വം സ്വീകരിച്ചിട്ടില്ല, പള്ളി പോകാൻ തുടങ്ങിയിട്ടില്ല. പറയുമ്പോൾ എനിക്കുള്ളൊരു പ്രയാസം തോന്നി. എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ല, ഒരു ഉപദേശം തരാൻ ആരുമില്ല, സപ്പോർട്ട് തരാൻ ആരുമില്ല. വീട്ടിൽ ചെന്ന് ഈ വചനം എടുത്ത് വായിച്ചു. എനിക്ക് കിട്ടിയ വചനമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12 തിരുവചനങ്ങൾ. എന്നെ പ്രതി മനുഷ്യർ നിങ്ങൾ അവഹേളിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, പ്രതിഫലം വലുതായിരിക്കും. ഈ വചനം വായിച്ച് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിച്ചാടാൻ തുടങ്ങി. അങ്ങനെ ഈ വചനം വായിച്ച് അപ്പോൾ ഉള്ള വിഷമം. പക്ഷെ ഇങ്ങനെ എന്നോട് ഇതുപോലെ പറയുന്നതും എനിക്കൊരു ദേഷ്യം ഇല്ല. കാരണം അവർ യേശുവിനെ അറിയാത്തത് കൊണ്ട് അവരങ്ങനെ പറയുന്നത്.
അവർ യേശുവിനെ അറിഞ്ഞെങ്കിൽ എന്നേക്കാൾ കൂടുതൽ തീക്ഷ്ണതയോടെ യേശുവിന് വേണ്ടി അവർ ഇറങ്ങുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരോട് ദേഷ്യം തോന്നില്ല. അവരൊക്കെ ഈശോയെ അറിയാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ട് പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു അസുഖമൊക്കെ മാറി, ഇനി മരുന്നൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നൊക്കെ നിർത്തി ഞാനിങ്ങനെ കിട്ടുന്ന സമയം മുഴുവനും മറ്റുള്ളവരുടെ യേശുവിനെ കുറിച്ച് പറഞ്ഞ് അനേകം വിജാതീയരെ ധ്യാനത്തിന് കൊണ്ടുള്ള കൃപ കർത്താവ് നൽകി. അതില് ഇപ്പോ എന്റെ പിറകെ 9 പേര് അക്രൈസ്തവര് വിജാതീയര് ധ്യാനത്തിന് പോയി, ധ്യാനം കൂടി, യേശുവിനെ അനുഭവിച്ചറിഞ്ഞ് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് എന്റെ ഇടവക പള്ളിയിൽ എനിക്ക് ശേഷം 9 പേരുടെ മാമോദിസ ഇതിനകം നടത്താൻ കർത്താവ് വലിയ കൃപ നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയപ്പോഴേക്കും എൻ്റെ രോഗം അതുപോലെ തിരിച്ചു വന്നു. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, കാലിൽ ഞെക്കി നോക്കുമ്പോൾ നീര്. ഒരു കിഡ്നി രോഗി രോഗം മാറിയിട്ട് വീണ്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നീര് വന്നാൽ അതിനർത്ഥം രോഗം വീണ്ടും തിരിച്ചു വന്നു. ഞാൻ ഡോക്ടറെ കണ്ടു, പരിശോധിച്ചു, വീണ്ടും രോഗം തിരിച്ചു വന്നു. ഞാൻ ചികിത്സ ആരംഭിച്ചു. ധ്യാനം കൂടി ഈശോയെ അറിഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി മറ്റുള്ളവർക്ക് ഈശോയെ കൊടുത്തുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഈ രോഗം തിരിച്ചു വന്നപ്പോൾ എനിക്ക് അല്പം പോലും ദുഃഖവും നിരാശയും തോന്നിയില്ല. കാരണം ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ മറ്റൊന്നും എല്ലാം നമുക്ക് നിസ്സാരമാണ്. ശരീരം മുഴുവൻ അഴുകിപ്പോയാലും അതൊരു ദുഃഖ കാരണമല്ല. അതുകൊണ്ട് എനിക്ക് ഈ രോഗം തിരിച്ചു വന്നതിൽ ഒരു ദുഃഖവും തോന്നിയില്ല, നിരാശയും തോന്നിയില്ല. പക്ഷെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ പറയും വലിയ കാര്യത്തിൽ ഇങ്ങനെ ധ്യാനം കൂടി രോഗം മാറി എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് വീണ്ടും രോഗം തിരിച്ചു വന്നില്ല എന്നൊക്കെ ചോദിക്കും. അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമായിരുന്നില്ല. എന്നിട്ട് പോലും ഞാൻ ആ രോഗാവസ്ഥയിൽ തന്നെ വീണ്ടും ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചികിത്സയായിട്ട് പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ മാമോദീസൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് എന്നെ ധ്യാനത്തിന് പറഞ്ഞു വിട്ട ആള് പെന്തക്കോസ്തിലേക്ക് പോയി. അദ്ദേഹം ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. ആദ്യമായിട്ടാണ് അയാൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എൻ്റെ ഓർമ്മയിൽ. ഒരു 2 മണിക്കൂർ എന്നെ അവിടെ ഇരുത്തി എന്നോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ ധ്യാനം കഴിഞ്ഞു വന്നപ്പോൾ ഈശോയുടെ രൂപം, കുരിശ് രൂപം, ഫോട്ടോ, പിന്നെ കൊന്ത എല്ലാം വീട്ടിൽ കൊണ്ട് പ്രാർത്ഥന മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, കത്തോലിക്ക സഭ ശരിയല്ല, പെന്തക്കോസ്താണ് ശരി, അതുകൊണ്ട് ഇതൊക്കെ വിഗ്രഹാരാധനയാണ്, അതുകൊണ്ട് ജപമാല ചൊല്ലാനൊന്നും പാടില്ല, ഇങ്ങനെ ഫോട്ടോയും രൂപമൊന്നും വെക്കാൻ പാടില്ല, കുരിശൊന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്ന് 2 മണിക്കൂർ ആ മനുഷ്യനോട് എന്താണ് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. ഞാൻ ആദ്യം കരുതിക്കൊണ്ടിരുന്ന ക്രിസ്ത്യാനികളെല്ലാം ഒന്നാണ്. ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് വിളിക്കുന്നു, വേറൊരു ഗ്രൂപ്പ് ഇങ്ങോട്ട് വിളിക്കുന്നു. ഏതാ ശരി ഏതാ തെറ്റെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ബോധ്യം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നിരുന്നു. കത്തോലിക്ക സഭയാണ് സത്യസഭ എന്നുള്ളൊരു ബോധ്യം പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ട് ആ സഭയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നീട് അദ്ദേഹം എൻ്റെ അടുത്തൊന്നും സംസാരിച്ച് വന്നിട്ടില്ല. അതിനുശേഷം അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു കത്തോലിക്ക കുടുംബം കൂടി പെന്തക്കോസ്തിലേക്ക് പോയി. ആ സഹോദരൻ ഒരു ദിവസം 1/2 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ജപമാലയെ കുറിച്ചാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞു, ഈ ജപമാല ചൊല്ലുന്നൊക്കെ വെറുതെയാ. ഞാൻ ഈ 10-20 വർഷം ജപമാല ചൊല്ലിയിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ആ കൺഫ്യൂഷനായി. ഞാൻ ജപമാല ചൊല്ലി തുടങ്ങി, ജപമാല ചൊല്ലാറുണ്ടായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ പറയുന്നത്, ഇപ്പൊ ജപമാല ചൊല്ലാൻ പാടില്ലെന്ന് പറയുന്നു. അപ്പോൾ കത്തോലിക്കരെ ജപമാല ചൊല്ലുന്നു. ഇപ്പൊ ജപമാലയെ കുറിച്ച് അറിയാൻ ആരോടും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആരുടെ മുമ്പിൽ പോയി ചോദിക്കാനോ അങ്ങനെ ഒരു സപ്പോർട്ട് തരാനോ എനിക്ക് ലീഡ് ചെയ്യാനോ ആരുമില്ല. അപ്പൊ ജപമാല ചൊല്ലുന്നത് ദൈവം വെളിപ്പെടുത്തിയ പ്രാർത്ഥനയാണെങ്കിൽ, അത് സ്വർഗം അനുവദിച്ച പ്രാർത്ഥനയാണെങ്കിൽ അത് തുടരണം. അപ്പൊ എനിക്ക് കൺഫ്യൂഷനായി. ഇപ്പൊ ജപമാലയുടെ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ കർത്താവിനോട് തന്നെ ഒരു അടയാളം ചോദിച്ചു. ഞാൻ ഇങ്ങനെ അടയാളം ചോദിച്ചത്, ജപമാല സ്വർഗം അനുവദിച്ച പ്രാർത്ഥനയാണെങ്കിൽ ഞാൻ ആ ജപമാല പ്രാർത്ഥന തുടരണമെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അടയാളം ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ജപമാല നിർത്തിയില്ല, ജപമാല തുറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ഛനും അമ്മച്ചിയും ആരും നിർബന്ധിക്കാതെ കുളത്തുവയിൽ ധ്യാനത്തിന് പോയി. അവർ 2 പേരും വിശ്വാസത്തിലേക്ക് വന്നു. അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി, ജപമാല പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയാണ്. ഞാൻ കൂടുതൽ തീക്ഷ്ണതയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥന തുറന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ മാമോദിസ കഴിഞ്ഞിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞു. മാതാവാണ് അമ്മച്ചിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നേ. എൻ്റെ അപ്പൻ മരിച്ചുപോയി, മാമോദിസ മുങ്ങാൻ സാധിച്ചില്ല. വിശ്വാസത്തിലേക്ക് വന്നു, പക്ഷെ മാമോദിസ മുങ്ങുന്നതിന് മുമ്പ് തന്നെ അപ്പൻ മരിച്ചുപോയി. അമ്മ ആഴമായൊരു മാതൃഭക്തയാണ് അമ്മ.
ഇപ്പോൾ ഞാൻ ജപമാല ധാരാളമായിട്ട് ചൊല്ലി മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ കാരണം അതിനുള്ള മാതൃക എൻ്റെ അമ്മച്ചിയാണ്. അപ്പൊ മാതാവിനോടുള്ള അമ്മച്ചിയുടെ ആ ഭക്തി, മാതാവിനോട് വിശ്വാസത്തിലേക്ക് വന്നു. ആ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ച അമ്മച്ചി മുന്നോട്ട് വന്നേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ മാതാവിനോടുള്ള ഭക്തിയിലാണ് ഞങ്ങളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും രോഗവും ചികിത്സയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കല്യാണാലോചന വരിക. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്തൊരവസ്ഥയാണ്. കാരണം വീട്ടില് ക്രിസ്ത്യാനിയായിട്ട് ഞാൻ മാത്രം. പിന്നെ എനിക്ക് 2 കിഡ്നിക്കും അസുഖം. ഒരിക്കലും ചികിത്സ കൊണ്ട് മാറാത്ത രോഗം. എന്നെക്കൊണ്ട് കുടുംബത്തിന്റെ ഒരു ഉത്തരവാദിത്വം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഒരു വിവാഹം വന്ന് എങ്ങനെയാണ്, എൻ്റെ ഒരു കസിൻ ഇവിടെ ബാംഗ്ലൂര് മോളിയുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, എടാ എൻ്റെ കൂടെ ഒരു ചേച്ചി ജോലി ചെയ്യുന്നുണ്ട്, നിനക്ക് കല്യാണം കഴിക്കാവോ എന്ന്. ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ഇതുപോലെ അസുഖമാ, ഒരിക്കലും മാറാത്ത അസുഖം, കർത്താവ് എന്തെങ്കിലും അത്ഭുതം അല്ലാതെ മാറാത്ത ഈ രോഗം. അതുമല്ല വീട്ടില് മറ്റെല്ലാവരും ഹിന്ദുക്കളും, ഞാൻ മാത്രം ക്രിസ്ത്യാനിയും. മോളി ഒരു കത്തോലിക് കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളും. പിന്നെ കല്യാണം കഴിച്ചാലും കുടുംബത്തിന്റെ ഒരു ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ എനിക്ക് കഴിയുകയില്ല. അതുപോലെ രോഗാവസ്ഥയാണ്. ഇതെല്ലാം നീ മോളിയോട് പറഞ്ഞിട്ട് മോളി സമ്മതിച്ചാൽ ഞാൻ കല്യാണം കഴിച്ചോളാം, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭൂമിയിലോകത്ത് ഒരു പെൺകുട്ടി പോലും സമ്മതിക്കില്ലെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, എടാ ആ ചേച്ചി സമ്മതിച്ചു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടി സമ്മതിക്കുമോ? അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് രോഗമൊക്കെ അല്ലേ, എന്റെ മാതാപിതാക്കളെ കാലമൊക്കെ കഴിഞ്ഞാൽ എന്നെ നോക്കാനൊന്നും ആരും ഇല്ലല്ലോ. അപ്പോൾ എന്നെ ആരുടെയും തലയിൽ മെല്ലെ കെട്ടിവെച്ചിട്ട് എനിക്കൊരാളായല്ലോ. അങ്ങനെ എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് എൻ്റെ അവസ്ഥയെക്കുറിച്ചൊന്നും വിശദമായിട്ട് പറയാതെ ഒക്കെ ലഘൂകരിച്ച് പറഞ്ഞ് സമ്മതിപ്പിച്ചതാണെന്ന് ഞാൻ കരുതിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ മോളിയുടെ നമ്പർ എനിക്കൊന്നതാ, ഞാനൊന്ന് മോളി വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ നമ്പർ തന്നു. ഞാൻ മോളി വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെയാണ്, എനിക്ക് ഇതേപോലെ രോഗാവസ്ഥയുണ്ട്, പിന്നെ വീട്ടിൽ ഞാൻ മാത്രമേ ക്രിസ്ത്യാനിയായിട്ടുള്ളൂ. രോഗത്തെ എല്ലാം വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, കല്യാണം കഴിക്കുന്ന എന്നെയാണ്, പിന്നെ ഞാൻ ക്രിസ്ത്യാനിയാണ്, മറ്റുള്ളവർ ഏത് മതത്തിലായാലും കുഴപ്പമില്ല, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അതൊരു കുഴപ്പമില്ല. പിന്നെ രോഗത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. മോളി പറഞ്ഞു, ഞാൻ പൂർണ്ണ ആരോഗ്യവാനായ ഒരാളെ കല്യാണം കഴിച്ചിട്ട് കല്യാണത്തിന് ശേഷം അയാൾക്ക് ഇതുപോലെ ഒരു രോഗം വന്നാൽ ഞാൻ ഉപേക്ഷിച്ച് പോകുമോ? ഞാൻ നോക്കില്ലേ, ഞാൻ അതുപോലെ കരുതിക്കൊള്ളാം. പിന്നെ വീണ്ടും ഒരു കാര്യം കൂടി മോളി പറഞ്ഞു, ഇപ്പൊ കല്യാണത്തിന് ശേഷം ഒരു ദിവസം ദൈവം ആയുസ് തന്നുള്ളെങ്കിൽ, കാരണം ആയുസ് തരുന്ന ദൈവമാണ്, ഒരു ദിവസമേ ആയുസ് തന്നുള്ളെങ്കിൽ ആ ഒരു ദിവസം എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ നോക്കിക്കൊള്ളാം. അപ്പൊ മോളി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഒഴിവഴിയൊന്നും പറയാനില്ല. അങ്ങനെ ഏകദേശം അതിനുശേഷം ഏകദേശം ഒരു വർഷങ്ങൾക്ക് ശേഷം 2010 ജൂലൈ 15 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. പക്ഷെ എനിക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താലാണ് കുടുംബം പോറ്റാൻ പറ്റുള്ളൂ. എനിക്ക് ജോലി ചെയ്യാനൊന്നും പറ്റില്ല. മോൾ ഇവിടെ ആയുർവേദത്തിൽ തെറാപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് വന്ന് ബാംഗ്ലൂർ താമസമാക്കി. അപ്പോഴും എൻ്റെ ചികിത്സ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും, ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ രോഗാവസ്ഥയൊക്കെ കൂടി ഞാൻ കിടപ്പിലായി. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ രോഗിയായ എന്നെ കല്യാണം കഴിച്ചിട്ട് വെറും 6 മാസം കൊണ്ട് എൻ്റെ ഭാര്യ വിധവയാവുകയാണോ? അങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ ഡിവൈനിൽ ഒരുമിച്ച് ഒരു ധ്യാനത്തിന് പോയി. ധ്യാനം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എൻ്റെ രോഗാവസ്ഥ അതുപോലെ നിന്നു. പക്ഷെ ആരോഗ്യപരമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈശോ അല്പം ഒരു മെച്ചപ്പെട്ട ആരോഗ്യമൊക്കെ തന്നു. വീട്ടിൽ ഞങ്ങൾ അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും എൻ്റെ രോഗാവസ്ഥ വീണ്ടും കൂടി വന്നു. ഡയാലിസിസ് ഇല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു. ഉടനെ എന്നെ ഇവിടെ ബാംഗ്ലൂരിലെ സെന്റ് ഫിലോമിനാസ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് ഡയാലിസിസ് ആരംഭിച്ചു. ജോസഫ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, നാളെ എൻ്റെ 1410ാമത്തെ ഡയാലിസിനാണ് നാളെ രാവിലെ പോകുന്നത്. അങ്ങനെ ഡയാലിസിലേക്ക് വന്നപ്പോഴാണ് ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് മനസ്സിലായത്. കാരണം പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, ഇലക്കറികള്, എണ്ണ, തേങ്ങ ഇങ്ങനത്തൊന്നും കഴിക്കാൻ പാടില്ല. കാരണം ഇതിലൊക്കെ പൊട്ടാസ്യം കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് അത് കഴിച്ചാൽ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് ചെയ്യുന്ന പലർക്കും യൂറിൻ ഔട്ട്പുട്ട് ഉണ്ട്. എനിക്ക് ഒരു തുള്ളി പോലും യൂറിനില്ല. അപ്പൊ കുറച്ച് വെള്ളം കുടിച്ചാൽ ഞാൻ ഉടനെ നീര് വരും. നീരൊരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ ലങ്സിൽ ഫ്ലൂയിഡ് കിട്ടും, ശ്വാസം മുട്ടാവും, വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് വെള്ളം വളരെ കൺട്രോൾ ചെയ്യണം, ഭക്ഷണങ്ങളെല്ലാം വളരെ കൺട്രോൾ ചെയ്യണം. അങ്ങനെ വേണം ഡയാലിസിസുമായിട്ട് മുന്നോട്ട് പോകാൻ.
എങ്കിലും ഇതൊക്കെ ദൈവം തന്ന വലിയൊരു ഗിഫ്റ്റായിട്ട് സ്വീകരിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ആ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഡയാലിസിസുമായി കുറച്ച് നാളങ്ങ് ചെന്നപ്പോഴത്തേക്കും എൻ്റെ BP അങ്ങ് ഡൗൺ ആവാൻ തുടങ്ങി. ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ അത്യാവശ്യം BP ആവശ്യമാണ്. അപ്പം എൻ്റെ BP ഡയാലിസിസ് തുടങ്ങി ഒരു 2-3 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഡൗൺ ആയി ചിലപ്പോൾ 80, 60, 70 ആ റേഞ്ചിലേക്ക് വരും. അപ്പോൾ ഡയാലിസിസ് ഒരിക്കലും ആ റേഞ്ചിൽ ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ BP കുറയുക മാത്രമല്ല, ശരീരം പല സ്ഥലങ്ങളിലും മസിൽ കയറാൻ തുടങ്ങും. അപ്പോൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ കയ്യിലൊക്കെ നീഡിൽ കുത്തി ഇങ്ങനെ ഇട്ട് നമ്മൾ കിടക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. മസിൽ കയറിയാൽ എഴുന്നേറ്റ് നിൽക്കാനോ തീരുമാനം തൂക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സഹിക്കല്ലാതെ മറ്റു മാർഗമില്ല. അങ്ങനെ BP വളരെ കുറഞ്ഞു കഴിയുമ്പോൾ കൂടാൻ വേണ്ടി സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കഴിക്കുക, അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് കൊണ്ട് കഴിക്കുക. അതെന്ത് കഴിച്ചാലും ശരി എൻ്റെ BP ഒട്ടും കൂടില്ല. ഇപ്പോൾ 90 ഉണ്ടെങ്കിൽ 100 വരെയാവും, വീണ്ടും ഒരു 10 മിനിറ്റ് വീണ്ടും ഒന്ന് 90 ആവും. അപ്പോൾ അങ്ങനെ വളരെ പ്രയാസമായി ഡയാലിസിസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഈ 4 മണിക്കൂറിൻ്റെ ഡയാലിസിസ് 4 മണിക്കൂർ ഡയാലിസിസ് ചെയ്യേണ്ടത് ഒരു 3-3.5 മണിക്കൂറാകുമ്പോഴത്തേക്കും BP ഡൗണായും ശരീരം മസിൽ കയറിയിട്ടും ഡയാലിസിസ് നിർത്തിവെച്ച് വീട്ടിലേക്ക് വരിക പതിവ്. അപ്പോൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ശരി, സെക്കൻഡ് ഫ്ലോറിൽ താമസിക്കുന്നത്, BP ഡൗൺ ആകുമ്പോൾ തല കറങ്ങിയിട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലേക്കുള്ള സ്റ്റെപ്പൊക്കെ കയറുന്നത് കൈയും കാലും കുത്തിയാ കയറും. നിന്ന് കയറിയാൽ ഞാൻ വീഴും. അതുപോലെ തലകറക്കുക BP ഡൗൺ ആയിട്ട്. വീട്ടിൽ വന്നാലും ഉടനെ മോളിൽ ഡോറ് തുറക്കാൻ പറയും. ഞാൻ പോയി നേരെ ബെഡിലേക്ക് കിടക്കും. ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെയാണ് കുടുംബ പ്രാർത്ഥനയും ഭക്ഷണം കഴിക്കുകയും എല്ലാം ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ. പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോൾ പോലും BP ഒന്നും നോർമൽ ആകില്ല. തൊട്ടടുത്ത ദിവസം വീണ്ടും ഡയാലിസിസ്. ഇങ്ങനെ നാളുകൾ കടന്നുപോയി. ഡയാലിസിസ് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയായി തുടങ്ങി. എങ്ങനെ ഇതിനൊന്ന് അതിജീവിക്കുന്നവർക്ക് ഭയമായി തുടങ്ങി. അപ്പൊ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓടിച്ചെല്ലാൻ ഒരു ഇടമുണ്ട്, ദിവ്യകാരുണ്യ സാന്നിധ്യം. അപ്പൊ എൻ്റെ ഇടവ പള്ളിയിലെ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് ഒരു ദിവസം ഞാൻ കടന്നു ചെന്നു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഇതുപോലെ വലിയ പ്രശ്നമാട്ടോ, പിന്നെ BP കുറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ആ ഹോസ്പിറ്റലുകാർ പല മരുന്നും ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഒരു പ്രയോജനമില്ല. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. നിനക്കെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈശോ എന്നോട് പറഞ്ഞു, ഡയാലിസിസ് തുടങ്ങി കഴിയുമ്പോൾ അല്പം ചായപ്പൊടി വായിലിടാൻ പറഞ്ഞു. എനിക്കൊട്ടും അങ്ങ് വിശ്വസിക്കാൻ പറ്റിയില്ല അത്. കാരണം ഞാനൊരു 1/2 കപ്പ് ചായപ്പൊടിക്കകത്ത് തിളച്ച വെള്ളം ഒഴിച്ച് അതുപോലെ സ്ട്രോങ്ങിൽ ചായ കുടിച്ചിട്ടും എൻ്റെ BP കൂടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വെറും ലേശം ചായപ്പൊടി വായിലിട്ട് BP കൂടുമോ? ഞാൻ വീട്ടിൽ വന്ന് മോളിനോട് പറഞ്ഞു, ഈശോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ഈശോ പറഞ്ഞതല്ലേ എന്ന് കരുതി പിറ്റേ ദിവസം ഞാൻ ഡയാലിസിന് പോയപ്പോൾ അല്പം ചായപ്പൊടി കൊണ്ടുപോയി അത് വായിലിട്ടു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഇതുവരെ BP കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ക്രാംസ് വന്നിട്ടോ ഒന്നും ഒരു 10 മിനിറ്റ് മുമ്പ് പോലും ഡയാലിസിസ് നിർത്തിവെക്കേണ്ടി വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അത്ഭുതകരമായിട്ട് കർത്താവ് ആ വലിയ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിച്ചു. ഈശോയ്ക്ക് നന്ദി. അതിനുശേഷം വീണ്ടും അങ്ങനെ ഡയാലിസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മോളി ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഒരു ദിവസം, അതിനിടയ്ക്ക് ഞാൻ ഈ RC ധ്യാന കേന്ദ്രത്തിൽ ഓഫീസിൽ സഹായിക്കാനായിട്ടൊക്കെ വരാൻ തുടങ്ങി. ഡയാലിസിസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഓഫീസ് സഹായിക്കാനായിട്ട് വരും. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ചെല്ലുകയാണ്. മോളി അവിടെ തലവേദന കൊണ്ട് നിലവിളിക്കുക. റൂമിൻ്റെ ഉള്ളിൽ കിടന്ന് പൊട്ടിക്കറി നിലവിളിക്കുക. ആര് കേൾക്കാനാ? അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച്, ഇവിടെ അടുത്താണ് സെൻറ്റ് ഫിലോമിനാസ് ഹോസ്പിറ്റൽ എന്ന് പറയും, സെൻറ്റ് ഫിലോമിനാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു, മെനിഞ്ചൈറ്റിസ് ആണ്, ഉടനെ അഡ്മിറ്റ് ചെയ്യണം. ഉടനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. വീണ്ടും ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു, ഇൻഫെക്ഷൻ ഒത്തിരി കൂടി കോമ സ്റ്റേജിലാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പേഷ്യന്റിനെ ICUവിലേക്ക് മാറ്റണം. അങ്ങനെ അന്ന് രാത്രി മോളിനെ ICUവിലേക്ക് മാറ്റി. പിറ്റേന്ന് രാവിലെ എനിക്ക് മറ്റൊരു ഹോസ്പിറ്റലിൽ ഡയാലിസിന് പോകണം. ICUവിൽ മരണത്തോട് മല്ലടിച്ച് മാരി കിടക്കുന്നു. എനിക്ക് മറ്റൊരു ഹോസ്പിറ്റലിൽ ഡയാലിസിസ്. ഇവിടെ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അന്ന് രാത്രിയിൽ ഞാൻ ICUക്ക് പുറത്ത് അറ്റൻഡറായിട്ട് അവിടെ ഇരുന്നു. കാരണം ICUവിൽ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ പുറത്ത് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും, അറ്റൻഡർ വിളിച്ചുകൊണ്ടിരിക്കും. അന്ന് രാത്രി ഉറങ്ങാതെ ഹോസ്പിറ്റലിന് വെളിയിൽ ഞാൻ ഇരുന്നു. പിറ്റേന്ന് രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കും മറ്റൊരു ഹോസ്പിറ്റലെത്തണം ഡയാലിസിസിന്. വേറെ ആരുമില്ല. പരിചയമുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മോളി ഹോസ്പിറ്റലാണ്, ICUവിലാണ്, എനിക്ക് ഡയാലിസിന് പോകണം, വന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ചേട്ടനെ വിളിച്ച് ഹോസ്പിറ്റലിൽ നിർത്തി ഞാൻ ഡയാലിസിന് പോയി. ഡയാലിസിസ് കഴിഞ്ഞ് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ക്ഷീണമുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ഭാര്യ മറ്റൊരു ഹോസ്പിറ്റൽ ICUവിൽ കോമയിലാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഡയാലിസിസ് കഴിഞ്ഞ് ഞാൻ വേഗം മോളി കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വരും. മോളിക്ക് വേണ്ടി ശുശ്രൂഷിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസം കഴിഞ്ഞ് 1-2 ദിവസങ്ങൾ ഡയാലിസിസ്. ഒരു ദിവസം വീണ്ടും ഡയാലിസിന് പോകും. ഡയാലിസിസ് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടിൽ നിന്ന്
എൻ്റെ സഹോദരിയൊക്കെ വന്നു. അപ്പോൾ ഒരു ആശ്വാസമായി. അതിനുശേഷം അത്ഭുതകരമായിട്ട് കർത്താവ് കോമായിൽ നിന്നും പെടുത്താതെ അതിൽ നിന്നും രക്ഷിച്ചു. അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കിടന്ന കിടപ്പാണ്. കാരണം ഒരു സൗണ്ട് കേൾക്കാൻ പാടില്ല, ലൈറ്റ് കേൾക്കാൻ പാടില്ല, ഭക്ഷണമൊന്നും പാകം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്തെ ലൈറ്റ് ഇട്ടിട്ടാണ് ഉള്ളിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ ഡയാലിസിസും അതിൻ്റെ ക്ഷീണവും അതിൻ്റെ പ്രയാസം എല്ലാം. എങ്കിലും ആ സാഹചര്യത്തിലെല്ലാം മോളിക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്യാനും എല്ലാത്തിനുള്ള കൃപ ഈശോ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഏതാനും നാളുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇനി ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം ഈ രോഗം ഇതൊരു അവസ്ഥയിലായതുകൊണ്ട് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ മോളിക്കുണ്ടായിരുന്ന ജോലി അതുപോലെ ജോലി റിസൈൻ ചെയ്തു. മോളി ട്രീറ്റ്മെൻറ്റുമായിട്ട് മെനിഞ്ചൈസിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് പോകുന്നു. ഞാൻ ഡയാലിസിസുമായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ വീണ്ടും കുറച്ച് നാളുകൾ അങ്ങനെ ഞങ്ങൾ വലിയ സന്തോഷത്തോടു കൂടി തന്നെ പോയി. എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിച്ചു. വലിയ സന്തോഷത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ ഈ സഹനങ്ങളൊക്കെ സ്വീകരിച്ച്. ഒരിക്കലും ഒരു പരാതി ഒന്നും ഈശോയോട് പറഞ്ഞിട്ടില്ല. അത് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് എങ്ങനെ പരാതി പറയും? ഈശോയെ സ്നേഹിക്കുന്ന ഞാൻ എന്തുകൊണ്ട് ഇത് വന്നുവെന്ന് ചോദിച്ചിട്ടില്ല. കാരണം അതിന് നാവ് പൊങ്ങില്ല. കാരണം ഈശോയുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ഇതിനൊന്നും ഒരു പരാതിയല്ല, ഇതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് സ്വീകരിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് എനിക്കൊരു തലവേദനയും പനിയൊക്കെ 2 ദിവസമായിട്ടും മാറുന്നില്ല. അപ്പോൾ ഡയാലിസിസ് ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് 2-3 ദിവസമായിട്ട് തലവേദനയും പനിയുണ്ട്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. എൻ്റെ ബ്ലഡ് എടുത്തുകൊണ്ട് അതേ സ്റ്റാഫ് തന്നെ വീണ്ടും വന്ന് എൻ്റെ ബ്ലഡ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ ബ്ലഡ് എടുത്തുകൊണ്ട് പോയല്ലോ, ഇനി എപ്പോഴേ വീണ്ടും എന്തിനാ ബ്ലഡ് എടുക്കാൻ വന്നേന്ന്. അപ്പോൾ അവർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും എൻ്റെ ബ്ലഡ് എടുത്തുകൊണ്ട് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അവർ വന്ന് സ്റ്റാഫിൻ്റെ എല്ലാ മുഖത്തും വല്ലായ്മ. എനിക്കൊന്നും മനസ്സിലായി, എനിക്കെന്താ പറ്റിയെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവരൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ പറ്റി എനിക്കെന്ന്. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഹോസ്പിറ്റലിൽ കൃഷ്ണൻകുട്ടി എന്നാണ് എൻ്റെ പേര്. ഒഫീഷ്യലായിട്ട് പേര് മാറ്റാത്തതുകൊണ്ട്, ഒഫീഷ്യൽ ആ പേരായതുകൊണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു കൃഷ്ണൻകുട്ടിക്ക് ഡെങ്കു പോസിറ്റീവാണ്, പ്ലേറ്റൽ കൗണ്ട് വളരെ കുറവാണ്, 1.5 ലക്ഷം വേണ്ടത് 6000 ഉള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ ഡോക്ടർ എന്നോട് പറഞ്ഞു അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. കാരണം പ്ലേറ്ററ്റ് 6000 ആകുമ്പോൾ ഒത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജാണത്. അതുകൊണ്ട് ആംബുലൻസ് വിളിച്ച് അടുത്ത ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ മോളി വലിയ വേദനയോട് നിൽക്കുക. ഞാൻ മോളിനോട് പറഞ്ഞു ഇത് വലിയ സീരിയസ് ആണെന്ന് എല്ലാവരും പറയുന്ന, നമുക്കത്ര സീരിയസ് ഒന്നുമല്ല, ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് ആംബുലൻസ് ഒന്നും വിളിക്കാൻ നിന്നില്ല. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് വൈകുന്നേരം ഞാൻ ഷേവ് ചെയ്ത് കുളിച്ച് ഫ്രഷായി അയൺ ചെയ്ത് വെച്ച ഡ്രസ്സൊക്കെ എടുത്തിട്ട് വൈകുന്നേരമായപ്പോൾ ഒരു ടാക്സി വിളിച്ച് ഈ ഹോസ്പിറ്റലിൽ ചെന്നു. ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ അവർക്ക് അത്ഭുതമായി. അവർ ഉടനെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് വീണ്ടും എൻ്റെ ബ്ലഡ് ടെസ്റ്റിന് കൊണ്ടുപോയി. ബ്ലഡ് ടെസ്റ്റ് എടുത്ത് ഉടനെ ഡോക്ടർ വിളിച്ച് പറഞ്ഞു വന്നു. ഡോക്ടർ ഓടി വന്നു. പെട്ടെന്ന് പറഞ്ഞു ഇത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, പ്ലേറ്ററ്റ് 6000 ഉള്ളത് വെറും 1000 പേഷ്യൻ്റ് എന്ത് വേണം സംഭവിക്കാം, ഉടനെ ICUവിലേക്ക് കൊണ്ടുപോകണം. എന്നെ ICUവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീൽ ചെയർ എടുക്കാൻ വേണ്ടി നേഴ്സ് പോയി. ഞാൻ പറഞ്ഞു എനിക്ക് വീൽ ചെയർ ഒന്നും വേണ്ട, ICU എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ അങ്ങോട്ട് നടന്നു വന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ സ്റ്റേജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജായ ഒരാളെ പിന്നെ ICUവിലേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരു വഴക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ വീൽ ചെയർ കയറിയിരുന്നു. അപ്പോൾ വീൽ ചെയറിൽ എന്നെ ICUവിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ മോളി ഇതറിഞ്ഞു. മോളി വലിയ സങ്കടത്തോടെ നിൽക്കുന്നു. ഞാൻ മോളി വിളിച്ചു പറഞ്ഞു എല്ലാവരും പറയുന്നത് നമുക്കിത് ഭയങ്കര സീരിയസ് ആണ്, ഇതത്ര സീരിയസ് ഒന്നുമല്ല, ധൈര്യമായിട്ടിരുന്നു, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ICUവിലേക്ക് പോകുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഈ ഒരു അവസ്ഥയാണ്, എന്ത് വേണം സംഭവിക്കാം, കാരണം മരണം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്ലേറ്ററ്റ് 1000 ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് വളരെ അപകടകരമായ സാഹചര്യമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി ഞാൻ ICUവിലേക്ക് പോകുമ്പോൾ സ്വർഗം മുഴുവനെയും എൻ്റെ കൂടെ കൂട്ടി. യേശുപിതാവിനെയും മാതാവിനെയും ഈശോയെയും സകല വിശുദ്ധരെയും മാലാഖമാരെല്ലാം കൂട്ടി സകല സ്വർഗത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ഞാൻ ICUവിലേക്ക് പോയത്. ICUവിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ബെഡിലേക്ക് ഞാൻ കയറി കിടക്കുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എനിക്ക് ഭയങ്കര സീരിയസ് ആണെന്ന് ഡോക്ടറൊക്കെ പറയുന്നത്, ഞാൻ നിന്റെ മടിയിലോട്ട് കയറി കിടക്കുക, നീ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് അങ്ങനെ ഈശോയുടെ മടിയിൽ കയറി കിടക്കുന്ന അതേ ലാഘവത്തോടെ ICUവിൽ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ബെഡിലേക്ക് ഞാൻ കയറി കിടന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി പെട്ടെന്ന് എൻ്റെ അടുത്ത് വരും. എൻ്റെ നഖമൊക്കെ നോക്കും, എൻ്റെ മോണയൊക്കെ നോക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്ന്. പ്ലേറ്ററ്റ് 1000 ഒക്കെ ആയാൽ ഓരോ രോമവും ബ്ലീഡിങ് ആവും, നഖത്തിൻ്റെ ഇടയിൽ ബ്ലീഡിങ് ആവും, പിന്നെ പല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ബ്ലഡ് വരുന്നതാണ് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഡോക്ടർ അങ്ങനെ വന്ന് നോക്കുന്നത്, എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അങ്ങനെ വീണ്ടും ICUവിലായിരിക്കുമ്പോൾ എനിക്ക് ഡയാലിസിസ് ചെയ്യണം. അപ്പോൾ പ്ലേറ്ററ്റ് കൗണ്ട് ഇത്ര കുറഞ്ഞിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് ഡയാലിസിസ് ചെയ്യുന്നത് അത് വളരെ അപകടം പിടിച്ച ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഡോക്ടർ മോളിയോട് പറഞ്ഞു പേഷ്യൻ്റ് ഇങ്ങനെ ഡയാലിസിസ് ചെയ്യണം,
ഡയാലിസിസ് ചെയ്യാതിരിക്കാനും പറ്റില്ല, ഡയാലിസിസ് ചെയ്യാനും പറ്റില്ല. ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഞങ്ങൾ ഡയാലിസിസ് ചെയ്യുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഡയാലിസിന് വേണ്ടിയിട്ട് എന്നെ ഡയാലിസിസ് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ എനിക്ക് ഒരുക്കിയിരുന്ന ബെഡിലേക്ക് ഞാൻ കയറി കിടക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് ഡോക്ടർ പറഞ്ഞേ, ഡയാലിസിസ് ചെയ്യുമ്പോൾ എന്ത് വേണം സംഭവിക്കാമെന്ന് പറഞ്ഞേ, ഞാൻ അമ്മയുടെ മടിയിലോട്ട് കയറി കിടക്കുവാണേ, അമ്മ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ മടിയിലേക്ക് കയറി കിടക്കുന്ന അതേ ലാഘവത്തോടെ ഞാൻ ഡയാലിസിന് വേണ്ടി എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ബെഡിലേക്ക് ഞാൻ കയറി കിടന്നു. അവിടുന്ന് 2-3 ഡയാലിസിസ് ചെയ്യേണ്ടിയിരുന്നു. ആ 3 ഡയാലിസിസ് ചെയ്തിട്ടും എനിക്ക് സാധാരണ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം പോലും ഉണ്ടാകാതെ പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഡയാലിസിസ് പൂർത്തിയാക്കി. ഇതിനിടയിൽ 2 തവണ എനിക്ക് പ്ലേറ്ററ്റ് തന്നിരുന്നു. എന്നിട്ടും എൻ്റെ പ്ലേറ്ററ്റ് 20,000 വരെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്ലേറ്ററ്റ് വളരെ കുറവാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞു വിട്ടു. ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോഴും എനിക്ക് പ്ലേറ്ററ്റ് കൗണ്ട് 20,000 ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം പ്ലേറ്ററ്റ് കൗണ്ട് അത്ര ആയിരുന്നിട്ട് പോലും ഡിസ്ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല. അത്രത്തോളം ആരോഗ്യം നൽകി കർത്താവ് പരിപാലിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വീണ്ടും ഞങ്ങൾ രണ്ടുപേരുടെയും ട്രീറ്റ്മെൻറ്റും ഡയാലിസിസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ഒരു ഫിസ്റ്റുല എന്ന് പറയും. ഇപ്പം എൻ്റെ 2 കയ്യിൽ 4 സർജറി ചെയ്തിട്ടുണ്ട്. ഈ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ സർജറി ഫിസ്റ്റുല എന്ന് പറയും. ഇപ്പോൾ എൻ്റെ BP ഡൗൺ ആയതുകൊണ്ട് 3 ഫിസ്റ്റുലയും ഫെയിലിയറായി. ലാസ്റ്റത്തെ ഫിസ്റ്റുല അത് വെയിൻ ചുരുങ്ങിപ്പോയതുകൊണ്ട് ഡയാലിസിസ് നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ അപ്പോളോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ബലൂൺ പ്ലാസ്റ്റ് ചെയ്ത്, കാരണം ചുരുങ്ങിപ്പോയ ഞരമ്പിൻ്റെ ഉള്ളിൽ ബലൂൺ വെച്ച് വികസിപ്പിച്ച് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനൊരു സംവിധാനമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പോളോയിൽ ചെന്ന് അത് ചെയ്തു. അത് ഒരു തവണ ചെയ്യണമെങ്കിൽ 60,000 റുപ്പീസാണ്. അത് ഒരു തവണ ചെയ്തു, മറ്റു മാർഗങ്ങളില്ല. ഈ ഫിസ്റ്റിലെല്ലാം ഫെയിലർ ആയതുകൊണ്ട് ഡയാലിസിസ് മുന്നോട്ട് കൊണ്ടുപോകാൻ മാർഗങ്ങളില്ല. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു 3 മാസത്തേക്ക് ഒരു കുഴപ്പമില്ല, ഡയാലിസിസ് പോയി. വീണ്ടും അത് പഴയപടിയായി. വീണ്ടും ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു 2 സ്ഥലത്ത് അങ്ങനെ ക്ലോട്ട് ആയിട്ടുണ്ട്, അതുപോലെ 2 ബലൂൺ പ്ലാസ്റ്റ് ചെയ്യണം, അതിന് 1,00,000 കൂടുതൽ രൂപയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാനായിട്ട് പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഈ കയ്യിൽ ചെറിയൊരു ഞരമ്പുണ്ടായിരുന്നു. ആ ഞരമ്പിൽ ഒരിക്കലും ഡയാലിസിസ് നടക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇവിടെ RRC ധ്യാന കേന്ദ്രത്തിൽ കോവിഡിന് മുമ്പുള്ള അവസാനത്തെ ധ്യാനം നടക്കുക. ആ ധ്യാനത്തിൽ ഞാനും മോളിയും കൂടെ പങ്കെടുത്തു. ആ ധ്യാനം കഴിഞ്ഞപ്പോഴത്തേക്കും ഡയാലിസിന് ഒരു സാധ്യതയും ഇല്ല, ചെറിയ ഞരമ്പാണെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ ആ ഞരമ്പ് ആ ധ്യാനത്തിലൂടെ കർത്താവ് വികസിപ്പിച്ച് അതിലൂടെ സർജറി ചെയ്ത് ഏകദേശം 3 വർഷമായി ഈ കയ്യിലൂടെ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അങ്ങനെ വീണ്ടും ഞങ്ങൾ സന്തോഷത്തോടെ സഹനങ്ങളൊക്കെ വലിയ സന്തോഷത്തോടെ വലിയ അനുഗ്രഹമായി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോവിഡിന്റെ സമയം, 2ാം തരംഗം കോവിഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കോവിഡ് വന്നു. അന്ന് കോവിഡ് വന്നപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ഡയാലിസിസും അതോടൊപ്പം തന്നെ കോവിഡ് ട്രീറ്റ്മെന്റിനോട് ഒന്നിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. ഏത് ഹോസ്പിറ്റലാണെങ്കിലും ബെഡെല്ലാം ഫുള്ളാണ്. പിന്നെ ഈ 2ഉം കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഹോസ്പിറ്റലും ഇല്ല, ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ ഈ കോവിഡ് വന്നാൽ പുറത്തിറങ്ങാൻ പാടില്ല. അന്ന് ലോക്ക്ഡൗൺ ആയിരുന്നു, വാഹന സൗകര്യങ്ങളൊന്നുമില്ല. പുറത്താരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ ഡയാലിസിസ് ഇല്ലാതെ ഞാൻ നടക്കും. ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും കിടപ്പിലാവും. പക്ഷേ ഈ കോവിഡ് പേഷ്യന്റ് പുറത്തിറങ്ങി നടന്നാൽ നാട്ടുകാരും സമ്മതിക്കില്ല, പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഡയാലിസിസ് നടക്കില്ല. ഡയാലിസിസ് നടക്കണമെങ്കിൽ തന്നെ ഇവിടുന്ന് 8 കിലോമീറ്റർ ദൂരമുണ്ട് ഡയാലിസിസ് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക്. വാഹന സൗകര്യങ്ങൾ ഒന്നുമില്ല താനും, കാരണം ലോക്ക്ഡൗണിന്റെ സമയമാണ്, പോകാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ക്രൈസ്റ്റ് കോളേജിൽ അവിടെ ബസ് സ്റ്റോപ്പാണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മാർക്കറ്റിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഈ വെളുപ്പിനൊക്കെ പൂവും കണ്ണിക്കണതൊക്കെ വാങ്ങാൻ വേണ്ടിയൊക്കെ പോകും, പച്ചക്കറികളൊക്കെ വാങ്ങാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ തമിഴർ അങ്ങനെ പോകും. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് ഏതെങ്കിലും ഓട്ടോയിൽ കൈ കാണിക്കും, അത് സൈഡിൽ എവിടെയെങ്കിലും തൂങ്ങി പിടിച്ച് നിൽക്കും. കോവിഡ് ഉണ്ടെന്ന് അറിയണം, തലവേദന, പനി, ജലദോഷം, ചുമ, കഫക്കെട്ട്, അതിന് വിശപ്പില്ല, ഭയങ്കര ക്ഷീണം, ബോഡി കംപ്ലീറ്റ് വേദന, ഇതെല്ലാം ഉണ്ട്. എങ്കിലും ഡയാലിസിസ് ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഓട്ടോയിൽ തൂങ്ങിപ്പിടിച്ച് അവർ മാർക്കറ്റിൽ ഇറക്കിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടും. അവർ പറയുന്ന കാശും കൊടുക്കും. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് കയറും. ഹോസ്പിറ്റലിൽ കയറിയാൽ അവിടെ ഒന്ന് ചുമച്ചാൽ അവർക്കറിയാം ഇത് കോവിഡ് ആണെന്ന്. അവരവിടുന്ന് പറഞ്ഞു വിടും. കോവിഡ് നെഗറ്റീവ് ആണെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു വിടും. അങ്ങനെ പറഞ്ഞു വിട്ടാൽ എനിക്ക് വേറെ പോക്കടമില്ല, മുമ്പിലെ മരണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ 4-4.5 മണിക്കൂറെങ്കിലും ഹോസ്പിറ്റലിനുള്ളിൽ വേണം. അപ്പോൾ ഡോക്ടർ വന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ
തൊണ്ടയൊന്ന് അനങ്ങിയാൽ അപ്പോൾ ചുമയ്ക്കും. ഒരു ചുമ കേട്ടാൽ മനസ്സിലാവും ഇത് കോവിഡ് ആണെന്ന് മനസ്സിലാവും. അങ്ങനെ ചുമയ്ക്കാൻ പാടില്ല, ആരോട് സംസാരിക്കാൻ പാടില്ല. ആ 4 മണിക്കൂറിനിടയ്ക്ക് ഡോക്ടർ വരും, സ്റ്റാഫ് വരും, BP നോക്കാൻ വേണ്ടി വരും. ആരെങ്കിലും വന്ന് ഒരക്ഷരം മിണ്ടിയാൽ അതോടുകൂടി ജീവിതം അവസാനിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ ഡയാലിസിന് പോകുമ്പോഴെല്ലാം ജപമാല ചൊല്ലിക്കൊണ്ടാ പോവുക. അപ്പോൾ ഡയാലിസിസ് യൂണിറ്റിലേക്ക് ഞാൻ കയറുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവേ എൻ്റെ അവസ്ഥ ഇങ്ങനെയാ, ഞാനൊന്ന് ചുമച്ചാൽ എൻ്റെ ജീവിതത്തോടെ അവസാനിച്ചു. അതുകൊണ്ട് മാതാവിന് മടിയിലോട്ട് ഞാൻ കയറി കിടക്കും. സാധാരണഗതിയിൽ ഈ ഡയാലിസിസ് സമയം മുഴുവനും ഞാൻ ജപമാല ചൊല്ലി ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താറാണ് പതിവ്. അപ്പൊ ജപമാല പതുക്കെ ഉള്ളിൽ നിന്ന് ചൊല്ലിയാൽ പോലും തൊണ്ട ചെറുതായിട്ട് അനങ്ങും. ആ അനങ്ങിയാൽ ചുമയ്ക്കും. അങ്ങനെ ചുമച്ചാൽ അതോടുകൂടി അവസാനിച്ചു. അതുപോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് പരിശുദ്ധ അമ്മയുടെ മടിയിലേക്ക് ഞാൻ കയറി കിടക്കും. ഈ ഡയാലിസിസ് സമയത്ത് മിക്കവരും ഉറങ്ങുകയായിരിക്കും. ഈ 4 മണിക്കൂറുണ്ട് പേഷ്യൻ്റ് സുഖമായിട്ട് ഉറങ്ങാം. അപ്പോൾ എനിക്ക് ഉറക്കമൊന്നും വരില്ല. ഞാൻ കണ്ണടച്ച് ഉറക്കം നടിച്ച് കിടക്കും. കണ്ണ് തുറന്നാലാണ് ആരെങ്കിലും, ഉറങ്ങുന്ന ഒരു പേഷ്യന്റ് വന്ന് തട്ടി വിളിച്ചിട്ട് ഡോക്ടർ ആരും ഒന്നും ചോദിക്കില്ല. അപ്പോൾ ആരും ഇല്ലെങ്കിൽ മാത്രം ഞാൻ അല്പസമയം കണ്ണ് തുറന്നിട്ടും ആരെങ്കിലും വന്നാൽ ഉടനെ കണ്ണടച്ച് ഉറക്കം നടിച്ച് കിടക്കും. അങ്ങനെ ഏകദേശം 4 മണിക്കൂറും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അമ്മയുടെ മടിയിൽ നിന്ന് ഡയാലിസിസ് പൂർത്തിയാക്കും. ഡയാലിസിസ് പൂർത്തിയായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏകദേശം ഒരു 11:30-12 മണിയാവും. തിരിച്ച് ഇങ്ങോട്ട് വരാൻ രാവിലെ പോയ പോലെ ഓട്ടോറിക്ഷ ഒരു സംവിധാനങ്ങളൊന്നുമില്ല. റോഡ് മുഴുവൻ ബ്ലോക്ക് ഉണ്ട്. സൈക്കിൾ പോലും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു 11:30-12 മണിക്ക് ബാംഗ്ലൂർ ഒരു വെയിലത്ത് ഞാൻ 8 കിലോമീറ്റർ ഹോസ്പിറ്റലിൽ നിന്നും വീട് വരെ നടന്നു വന്നു. അങ്ങനെ മറ്റു മാർഗങ്ങളില്ല. അപ്പോൾ നടന്നു വരുന്നത് തനിച്ചാണ് നടന്നു വരുന്നത്. മോളിക്കും കോവിഡ് വന്നിട്ട് മോളിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിൽ ഇഴഞ്ഞും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്താണ് മോളി കഴിയുന്നത്. മോളിക്കാണ് എഴുന്നേറ്റ് നിൽക്കാൻ, എൻ്റെ കൂടെ വരാനോ ഒന്നും സാധിക്കില്ല. ഇപ്പോൾ ഡയാലിസിസ് കഴിഞ്ഞ് ഇതേപോലെ കോവിഡിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസം എല്ലാം സഹിച്ച് ഒരു വെയിലത്തൂടെ ഞാൻ നടക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ആനന്ദമായിരുന്നു. കാരണം ഈശോൻ ഇതുപോലെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുള്ള ആനന്ദം. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞു കൂടിയത്. അങ്ങനെ വീണ്ടും ഓരോ ദിവസം ചെല്ലും തോറും എനിക്ക് ബുദ്ധിമുട്ടുകൾ പ്രയാസം കൂടി തുടങ്ങി. കാരണം ഡയാലിസിന്റെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് കോവിഡിന്റെ ബുദ്ധിമുട്ട് കൂടിക്കൂടി വരുന്നു. അപ്പൊ ഞാൻ മരിക്കുമെന്ന് എനിക്ക് ഏകദേശം ഉറപ്പായി. അപ്പോൾ മരിക്കുന്ന ഉറപ്പായി എനിക്ക് സത്യത്തിൽ നല്ല ഭയം വന്നു. കാരണം ആ സാഹചര്യത്തിൽ ഒരു വീട്ടിലൊരു കോവിഡ് പേഷ്യന്റ് മരിച്ചു കിടന്നാൽ ആ വീട്ടിലുള്ള മറ്റു വ്യക്തികളുടെ അവസ്ഥ, അതേപോലെ കോവിഡുള്ള മോളിയുടെ അവസ്ഥ, നാട്ടില് ഞങ്ങളെ ആശ്രയിക്കുന്ന അമ്മയുടെ അവസ്ഥ, ഇതെല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഭയം വന്നു. എങ്കിലും കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. അങ്ങനെ വീണ്ടും ഞാൻ തീരെ അവശനായി മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ എൻ്റെ വീട്ടിലൊരു മാതാവിൻ്റെ ഒരു തിരുസ്വരൂപമുണ്ട്. ഒരു ദിവസം രാത്രി ഞാൻ ആ തിരുസ്വരൂപത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ അമ്മയോട് പറഞ്ഞു, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്കാണ് ഞാൻ പ്രതിഷ്ഠിക്കുക. ഇതാ ഞാൻ മരിക്കാൻ പോവുക, അമ്മ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് പിറ്റേന്ന് പ്രഭാതം മുതൽ എൻ്റെ തലവേദന മാറി, പനി മാറി, ജലദോഷം മാറി, ചുമ മാറി, ബോഡി പെയിൻ മാറി, സ്മെല്ല് കിട്ടാൻ തുടങ്ങി, ടേസ്റ്റ് കിട്ടാൻ തുടങ്ങി. അതേപോലെ മോളിയുടെ എല്ലാ അസ്വസ്ഥതകളും മാറി. കോവിഡിൽ നിന്ന് പരിപൂർണമായും പരിശുദ്ധ അത്ഭുതകരമായിട്ട് ഞങ്ങളെ രക്ഷിച്ചു. അപ്പോൾ സാധാരണയായിട്ട് കോവിഡൊക്കെ വന്നു കഴിഞ്ഞവർക്ക് പിന്നീട് അതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പിന്നീട് എന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. നല്ല ആരോഗ്യത്തോടു കൂടി ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കോവിഡിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഏകദേശം അപ്പോഴത്തേക്കും മോളിയുടെ മെനിഞ്ചൈറ്റിസ് അല്പം കുറഞ്ഞ് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. 1 മാസത്തോളമൊക്കെ ജോലി ചെയ്തു. അപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് മാറി വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. ഒരു 2 ആഴ്ചയൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കുണ്ട് മോളിയുടെ വലതുവശ ബ്രസ്റ്റിൽ ചെറിയൊരു മഴ. ആ മഴ എന്നെ കാണിച്ചു തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു മഴയാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുപോലെ കടലയായിരിക്കും എന്ന് കരുതിയ. ഒരു 2 ആഴ്ച ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ മഴ കുറച്ച് വലുതാകാൻ തുടങ്ങി. അതോടൊപ്പം ചെസ്റ്റ് പെയിനുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ സെന്റ് ഫിലോമിനാസ് ഹോസ്പിറ്റലിൽ പോയി ഒരു ജനറൽ സർജനെ കണ്ടു. സർജൻ പരിശോധിച്ച് ബയോപ്സിക്ക് അയച്ചിട്ട് പറഞ്ഞു, എൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാൻ ഡയാലിസിന് പോയി. ഡയാലിസിന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജപമാല ആരംഭിക്കും. ഡയാലിസിസ് സമയം മുഴുവനും ജപമാല ചൊല്ലും. ഡയാലിസിസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഒത്തിരി ക്ഷീണമൊക്കെ ആണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടാ വരിക. അങ്ങനെ ജപമാല അന്നത്തെ ഒരു വെള്ളിയാഴ്ച ഒരു 4-5 ജപമാലയൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുകയാണ് മോളിക്ക് ക്യാൻസർ ആണ്, മോളി മരിച്ചു പോകും,
പിന്നെ മോളിയുടെ ബോഡി ബാംഗ്ലൂർ നാട്ടിലേക്ക് കൊണ്ടുപോവുക. ഞാൻ അവിടെ 4 മുറി ഇട്ട് കരയുന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരിക. എൻ്റെ മനസ്സിൽ അതിങ്ങനെ മാറുന്നില്ല. അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. ജപമാല ചൊല്ലാനായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ശരീരത്തിന് കഠിനമായ വേദനയോ അല്ലെങ്കിൽ മനസ്സിന് കഠിനമായ വേദനയോ വന്നാൽ എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു, ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു. അങ്ങനെ ആ സമയത്ത് ഈ മോളിക്ക് ക്യാൻസർ ആണെന്നുള്ള ഒരു ചിന്ത ഉള്ളിലേക്ക് വന്ന് ആ വേദനയുടെ സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഡയാലിസിസ് പൂർത്തിയാക്കി ഞാൻ വീട്ടിൽ വന്നു. വീട്ടിലെ പ്രാർത്ഥന മുറിയിൽ കൊച്ചി ഈശോയുടെ ഒരു തിരുസ്വരൂപമുണ്ട്, കുരിശുരൂപം. ഞാൻ ആ കുരിശുരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഏകദേശം ഒരു 10-20 മിനിറ്റോളം എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം ആ 4 മണിക്കൂർ പെട്ട സങ്കടങ്ങൾ മുഴുവനും കണ്ണീരായിട്ട് ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ഒഴുക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഒരു വചനം വരികയാണ്. ഏഷ്യ 43:1-2. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തി നിന്റെ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇത് ക്യാൻസറാണ്, പക്ഷെ ഇതിന്നെല്ലാം ദൈവം ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഉറപ്പായി. അപ്പൊ ഞാൻ കണ്ണുനീരൊക്കെ തുടച്ച് ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഒരു സ്വരം കേൾക്കുകയാണ്, ഇത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാനൊരു കടലാസും പേനയും എടുത്ത് ആ വാചകം രണ്ടും എഴുതി വെച്ചു. മോളി ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മോളിയോട് പറഞ്ഞു, ഈശോ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അതിനുശേഷം ഏകദേശം 2 ദിവസം അവിടെ വെയിറ്റ് ചെയ്തു. ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം സന്ധ്യപ്രാർത്ഥനയ്ക്ക് വേണ്ടി ആയിട്ട് നിലത്തിരിക്കുക. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്നും ആ റിപ്പോർട്ട് എനിക്ക് അയച്ചു തന്നിട്ട് വിളിച്ച് പറഞ്ഞു, ഞാൻ റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്, അത് ഡോക്ടർക്ക് അയച്ചു കൊടുക്കുക. ഞാനത് റിപ്പോർട്ട് നോക്കി. അത് എനിക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നി. ഞാൻ വേഗം അത് ഡോക്ടർക്ക് അയച്ചു കൊടുത്തു. ഡോക്ടർ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ക്യാൻസർ ആണ്, ഇതിൽ എനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ക്യാൻസറിന്റെ സർജനെ കാണിക്കണം. അപ്പോൾ ഇവിടെ ബാംഗ്ലൂരൊക്കെ ഞങ്ങൾക്ക് കൊച്ചു 2 മുറികളാണ് ഉള്ളത്. ഒരു മുറിയിൽ മോളി പായലിരിക്കുന്നു, പ്രാർത്ഥിക്കാനിരിക്കുന്നു. ഞാൻ അടുത്ത മുറിയിൽ നിന്നാണ് ഡോക്ടറോട് സംസാരിച്ചത്. ഇത് തിരിച്ചു വന്ന് മോളിയോട് എങ്ങനെ പറയും, ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ കൂടെ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ എങ്ങനെ മോദി ഉൾക്കൊള്ളും, എങ്ങനെ പറയും, എങ്ങനെ പറയാതിരിക്കും. ഞാൻ മോളൂന്ന് വിളിക്കണേ. ഞാൻ മോളിയോട് പറഞ്ഞു, മോളു ഇത് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. മോളി ആ പായിലിരുന്നു കൊണ്ട് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിക്കാൻ തുടങ്ങി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഈ ക്യാൻസർ എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ ഇങ്ങനെ സ്തുതിക്കുന്നു. ഈ ക്യാൻസർ മറ്റാർക്കും കൊടുക്കാതെ എനിക്ക് തന്ന തന്നതിനെ ഓർത്ത് ഞാനിങ്ങനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് മോളി സ്തുതിക്കാൻ തുടങ്ങി. എനിക്കും വലിയ ആവേശമായി. ഞങ്ങൾ 2 പേരും അവിടെ പായിരുന്ന് 2 കരങ്ങളും സ്വർഗപിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഈ ക്യാൻസർ അനുവദിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് കുറെ നേരം സ്തുതിച്ചു. കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് സ്തുതിച്ചിട്ട് ഞങ്ങൾക്ക് തൃപ്തിയാവുന്നില്ല. ഞങ്ങൾ 2 പേരും മുട്ടയിൽ നിന്ന് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. ഈ ക്യാൻസർ തന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിന്, ഒരു യോഗ്യതയുമില്ലാതെ ഞങ്ങൾക്ക് ഈ ക്യാൻസർ തരാൻ തിരുമനസ്സായതിന്, ഇതുപോലെ ഒരു സഹനം വലിയ അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചതിനെ ഓർത്ത്, നാളിതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച സകല സഹനങ്ങളെയും ഓർത്ത്, 10-30 വർഷത്തിലധികമായി കിഡ്നി രോഗവും ചികിത്സയും ഡയാലിസുമായി പോകുന്ന ആ സഹനം ഞങ്ങൾക്ക് സമ്മാനമായി തന്ന അനുഗ്രഹിച്ചതിനെ ഓർത്ത്, ഏറ്റവും അയോഗ്യരായി ഞങ്ങൾക്ക് ഈ സഹനങ്ങളെല്ലാം തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിച്ചു. വീണ്ടും ഞങ്ങൾക്ക് തൃപ്തി വരുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ സ്തുതിച്ചിട്ട് മതി വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 കരങ്ങളും കോർത്ത് പിടിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. 15 മിനിറ്റോളം ഈ ക്യാൻസർ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ഞങ്ങൾ ആരാധിച്ചു. അതിനുശേഷം ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ആരംഭിച്ചു. കുടുംബ പ്രാർത്ഥനയിൽ ജപമാലയിലൂടെ സ്വർഗത്തോട് ചോദിക്കുന്ന സകലതും അവിടെ നൽകിയിട്ടുണ്ട്. ജപമാലയിലൂടെയുള്ള അപേക്ഷകളെല്ലാം സ്വർഗം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ജപമാലയിലൂടെ അപേക്ഷകൾ സ്വീകരിക്കുന്ന ദൈവം ജപമാലയിലൂടെ കൃതജ്ഞത സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അന്നത്തെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ ജപമാല പ്രാർത്ഥന മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിലെ സകല സഹനങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതയുടെ ജപമാല ചൊല്ലി. പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ക്യാൻസർ പോലും തന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത്, ഈ ക്യാൻസർ ഞങ്ങൾക്ക് അനുവദിക്കാൻ ദൈവത്തിന് മനസ്സ് വന്നതിനെ ഓർത്ത് ഞങ്ങൾ ഒരു 15 മിനിറ്റോളം സ്തുതിക്കുകയും അതിനുശേഷം ഈ ജപമാല മുഴുവനും എല്ലാ നിയോഗങ്ങളും വെച്ചത് ഞങ്ങളുടെ ജീവിതത്തെ സഹനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ജീവിതത്തിൽ അതുപോലെ അഭിഷേകം നിറഞ്ഞ ഒരു ആത്മീയ ഉത്സവമായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഈ സഹനത്തെ സ്വീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ക്യാൻസറിനെ സ്വീകരിച്ചുകൊണ്ടുള്ള കുടുംബ പ്രാർത്ഥന.
അതിനുശേഷം വീണ്ടും ഞങ്ങൾ ക്യാൻസറിൻ്റെ സർജനെ കണ്ടു. ചികിത്സകൾ ആരംഭിച്ചു. അങ്ങനെ ചികിത്സയുടെ ഭാഗമായിട്ട് ഒത്തിരിയേറെ വേദനകളിലൂടെയൊക്കെ കടന്നുപോയി. ഡോക്ടർ പറഞ്ഞു ഒരു ബ്രസ്റ്റ് അങ്ങനെ റിമൂവ് ചെയ്തു. ഇത് 3rd സ്റ്റേജ് ആയിരുന്നു, കുറച്ചൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അപ്പോൾ സർജറിക്ക് മോളിയെ കൊണ്ടുപോകുന്നതും ഞാൻ തന്നെ, സർജറിക്ക് ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുന്നതും ഞാൻ തന്നെ, സർജറി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ശുശ്രൂഷിക്കുന്നതും ഞാൻ തന്നെ. അതിൻ്റെ കൂടെ ഈ 1-2 ദിവസങ്ങൾ ഡയാലിസും അതിൻ്റെ ക്ഷീണവും ബുദ്ധിമുട്ടുകളും എല്ലാം. പക്ഷേ ഇതെല്ലാം സഹിക്കാൻ, ഒരു പരാതിയും കൂടാതെ സഹിക്കാൻ, ഇതെല്ലാം ചെയ്യാനുള്ള കൃപ കർത്താവ് അപ്പോൾ എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞു. അതിനുശേഷം 8 കീമോതെറാപ്പി കഴിഞ്ഞു. കീമോതെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ അതിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അറിയുന്നത്. പക്ഷേ മോളിക്ക് ക്യാൻസർ ആയിട്ട് 2 തവണ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒന്ന് സർജറി കഴിഞ്ഞ് സ്ട്രെച്ചറിൽ തള്ളിക്കൊണ്ട് വരുന്ന കണ്ടപ്പോൾ എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു. അതിനുശേഷം കീമോ കഴിഞ്ഞ് കഠിന വേദനയാൽ പൊളയുമ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു. അല്ലാതെ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ ഈശോ വേദനിക്കും. ഈ ഒരു സഹനം തന്നിട്ട് ആ സഹനത്തെ ഓർത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ ഈശോയ്ക്ക് വേദനിക്കും. അതുകൊണ്ട് പിന്നീട് ഒരിക്കലും എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടില്ല മോളിൽ എൻ്റെ ക്യാൻസറിനെ ഓർത്ത്. ഇതെല്ലാം നന്ദിയോടെ സ്വീകരിച്ചതാണ് ഞങ്ങൾ. അതിനുശേഷം കീമോതെറാപ്പി കഴിഞ്ഞു. 25 റേഡിയേഷനും കഴിഞ്ഞു. 25 റേഡിയേഷന് ശേഷം ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക, മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നേ അപ്പോൾ കീമോതെറാപ്പിയുടെ ഭാഗമായിട്ട് മോളുടെ ഉറക്കം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഉറക്കമെന്ന് പറഞ്ഞതില്ല. ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ ഉറക്കഗുളിക കൊടുത്തു. ഉറക്കഗുളിക കഴിച്ചാൽ ഒരു ദിവസം ഒരു ഗുളിക കഴിച്ചാൽ 3 ദിവസം തൂങ്ങിക്കൊണ്ടിരിക്കും, പക്ഷെ ഉറങ്ങില്ല. അങ്ങനെ രാവും പകലും ഉറക്കമില്ല. രാത്രിയിൽ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഞാൻ ഡയാലിസിസ് കഴിഞ്ഞ് വരികയാണ്. എനിക്കാണ് നല്ല ക്ഷീണമുണ്ട്, എനിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ഉറങ്ങുന്ന യോസേപ്പ് പിതാവിൻ്റെ സ്റ്റാച്ചു, സ്ലീപ്പിംഗ് സെൻറ്റ് ജോസഫിൻ്റെ സ്റ്റാച്ചു ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്കൊരു സഹോദരൻ തന്നു. ആ സ്റ്റാച്ചു ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചൊന്നുമില്ല. ആ ഉറങ്ങുന്ന യോസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപം വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥന കൊണ്ട് സ്ഥാപിച്ചു. അന്ന് മുതൽ മോളി അത്ഭുതമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. അതിനുശേഷം ഇതുവരെ ഉറക്കത്തിനൊരു തടസ്സം ഉണ്ടായിട്ടില്ല. സാധാരണ രീതി ഇടയ്ക്കൊക്കെ സ്വാഭാവികമായിട്ട് ഒരു ദിവസമൊക്കെ ഉറക്കത്തിന്റെ കുറവ് വരാതെ അല്ലാതെ ആ ചികിത്സയുടെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ട ഉറക്കം മുഴുവനും ഉറങ്ങുന്ന യോസേപ്പ് പിതാവ് വീട്ടിൽ വന്നപ്പോൾ അതെല്ലാം തിരിച്ചു വന്ന് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ വീണ്ടും ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലുണ്ട് വീണ്ടും മോളി കലശലായ പനി. പറഞ്ഞ ഇവിടെ സെന്റ് ജോർജ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ അന്ന് അഡ്മിറ്റ് ചെയ്തു. മോളിക്ക് ഡെങ്കിപ്പനിയും അതോടൊപ്പം തന്നെ യൂറിനറി ഇൻഫെക്ഷനും. ഒരാൾ ഹോസ്പിറ്റലിലായോ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒരാൾ ഹോസ്പിറ്റലായാൽ മറ്റേ ആൾ ഡയാലിസ് പേഷ്യൻ്റ് ആണ്. അപ്പോൾ 1-2 ഡയാലിസ് ചെയ്യുന്ന ആൾ വേണം ഈ ആളെ നോക്കാൻ. അങ്ങനെ അന്ന് 4 ദിവസം സെന്റ് ജോൺസിൽ മോളി അഡ്മിറ്റായി. അതിൻ്റെ കൂടെ തന്നെ ഡയാലിസും ചെയ്യുകയും അതോടൊപ്പം മോളി ശുശ്രൂഷിക്കാനുള്ള കൃപയൊക്കെ ഈശോ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അങ്ങനെ സന്തോഷത്തോടു കൂടി, ഇപ്പൊ വലിയ ആനന്ദത്തോടു കൂടി, എങ്ങനെയാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ആനന്ദവും ഒരു സന്തോഷമൊക്കെ. അപ്പോൾ അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോളിക്ക് ഈ കീമോപോട്ട് എന്ന് പറയും, കീമോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെസ്റ്റിന്റെ ഭാഗത്ത് ഒരു സർജറി ചെയ്ത് ഒരു മിഷൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മിഷൻ ഏകദേശം അന്നത്തെ കീമോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ റിമൂവ് ചെയ്ത് അന്ന് സർജറി ഏകദേശം 1 മണിക്കൂർ സമയം എടുത്ത സർജറിക്ക്. ആ സർജറി കഴിഞ്ഞ് അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത്, കാരണം പിറ്റേ ദിവസം എനിക്ക് ഡയാലിസിസ് ഉള്ളതുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞു അന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ വന്നപ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ 5 ദിവസത്തേക്ക് പെയിൻ കില്ലർ കൊടുത്തായിരുന്നു. അപ്പോൾ വേദന ഉണ്ടാവുമല്ലോ, കാരണം മുറിവ് ഉണങ്ങുന്നവരെ. പക്ഷെ അന്ന് വീട്ടിൽ വന്നു, അതിൻ്റെ മരവിപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ കഠിനമായ വേദന. ഞാൻ പറഞ്ഞു അതിനെന്തിനാ വേദന സഹിക്കുന്നതിന് ഗുളിക കഴിച്ചുകൂടെ, ഗുളിക തന്നിട്ടില്ലേ. മോള് എന്നോട് പറഞ്ഞു സർജറി കഴിഞ്ഞിട്ട് വേദനയ്ക്ക് ഗുളിക കഴിച്ചാൽ വേദന കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ഗുളിക കഴിക്കാതെ വേദന സഹിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ജീവിതത്തിലെ ഈ സഹനങ്ങൾ മുഴുവനും ഞങ്ങൾ അനേകർക്ക് വേണ്ടി കാഴ്ചവെച്ച് ആണ് സഹിക്കുന്നത്. ഒരു സഹനവും ഇത് പാഴാക്കി കളയുന്നില്ല. പാപികളുടെ മാനസാന്തരം, ശുദ്ധിയാത്മക രക്ഷ, തിരുസഭയുടെ വിശുദ്ധീകരണം, അങ്ങനെ പല നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ സഹനവും ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് സഹിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ സഹിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ച് സഹിച്ചാൽ അത് അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് തരാൻ വേണ്ടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു സെമിനാരിയിലെ ബ്രദർ, ഏകദേശം 5-6 വർഷമായിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ളതാ. അപ്പോൾ മോളി സർജറി കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേ ദിവസം ഈ ബ്രദർ വീട്ടിൽ വന്നു.
വീട്ടിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് ഇനി 3 മാസം കഴിയുമ്പോഴത്തേക്കും ഡീക്കൻ പട്ടം സ്വീകരിക്കാൻ പോവാ. ഡീക്കൻ പട്ടം തൊട്ടുമ്പോൾ 3 മാസമേ ഉള്ളൂ ഡീക്കൻ പട്ടം സ്വീകരിക്കാൻ. അപ്പം ഞങ്ങളോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പുരോഹിതനായി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാവർക്കും ഉള്ള കഴിവൊന്നും എനിക്കില്ല. പിന്നെ ലൈബ്രറി എന്നെ പുസ്തകം ഉണ്ടായത് ആരൊക്കെ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് ഞാൻ ഈ പൗരോഹിത്യത്തിന് നിൽക്കുന്നില്ല. അച്ഛനായിട്ട് അത് ഉടുപ്പൊരു പോന്നേക്കഴിഞ്ഞ് നല്ലത്. അതിന് നിൽക്കാതിരിക്കുവല്ലേ. എനിക്കുള്ള കഴിവൊന്നുമില്ല. എല്ലാവർക്കും ഉള്ള പോലെ കഴിവൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇനി പുരോഹിതനാകുന്നില്ല. ഞാനത് ഉപേക്ഷിച്ച് പോവുക എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അന്ന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ബ്രദറിനോട്. എന്നിട്ട് ബ്രദർ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി. അതിനുശേഷം ഒരു 3 ദിവസം കഴിഞ്ഞു. ഞങ്ങൾക്കത് പേടിയായി. കാരണം അൽത്താരയോട് അത്ര അടുത്തിട്ട് ഒരു പുരോഹിതൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് താങ്ങാനാവുന്നതിനപ്പുറം വേദനയായിരുന്നു. ആ വേദനയിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മുള്ളി ഉടനെ ഈ കീമോപ്പാൻ സർജറി ചെയ്തതിന്റെ വേദന മുഴുവനും ഈ ബ്രദറിന് വേണ്ടി കാഴ്ചവെച്ചു. ഈ ബ്രദറിന് വേണ്ടി കാഴ്ചവെച്ച്, കർത്താവെ, കർത്താരയോട് അടുത്ത പുരോഹിതൻ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാക്കരുതേ എന്ന് പറഞ്ഞ് ഈശോയുടെ ആ കുരിശോട് ചേർത്ത് വെച്ച് ഈ സഹനം മുഴുവൻ, വേദന മുഴുവൻ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പേടിച്ചൊന്ന് വിളിച്ചു. ഇനി ഉപേക്ഷിച്ച് പോയാൽ താങ്ങാനാവാത്ത വേദനയല്ലേ. വിളിച്ചപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, ചേട്ടാ, ഞാന് ചേച്ചീനോട് അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു വന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ മനസ്സൊക്കെ അങ്ങ് മാറി. ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. ഞാൻ ഇനി വൈദികനാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ച് പോകുന്നില്ല. എന്റെ ബുക്കൊക്കെ ആരും എടുത്തുകൊണ്ട് പോയി അതൊക്കെ തിരിച്ചു കൊണ്ടുവച്ചു. അതുകൊണ്ട് അപ്പം വിളിച്ച് പറഞ്ഞാല് നിങ്ങൾ പ്രാർത്ഥന നിർത്തിയാലോ എന്ന് ഓർത്തിട്ടാണ് അപ്പം ഞാൻ വിളിച്ച് പറയാതിരുന്നെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ സഹനം കാഴ്ചവെച്ചപ്പോൾ ഒരു പുരോഹിതനെ നേടാൻ പോലും ആ സഹനത്തിന് സാധിച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങൾ സന്തോഷത്തോടെ കൂടി ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾ മുന്നോട്ട് നീങ്ങുക. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വീണ്ടും ഒരു പനിയും തലവേദനയൊക്കെ. ഉടനെ പഴയ സെന്റ് ഫിലോമിനാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു വീണ്ടും ഡെങ്കിപ്പനി. ആദ്യം പ്ലേറ്ററ്റ് 1000 എത്തിയായിരുന്നു. ഇപ്പോൾ 6000. അതും വളരെ കുറവാണല്ലോ 6000. എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. വീണ്ടും എനിക്ക് പ്ലേറ്ററ്റൊക്കെ തന്നു. പ്ലേറ്ററ്റ് കുറവായതുകൊണ്ട്. പക്ഷെ എനിക്ക് പ്ലേറ്ററ്റ് കൗണ്ട് ഒട്ടും കൂടുന്നില്ല. പ്ലേറ്ററ്റ് തന്നാലും എനിക്ക് പ്ലേറ്ററ്റ് കൗണ്ട് ഇൻക്രീസ് ആവുന്നില്ല. അപ്പോൾ ഡോക്ടർമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം പ്ലേറ്ററ്റ് തന്നിട്ട് പോലും പ്ലേറ്ററ്റ് കൂടുന്നില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊന്നും എനിക്കില്ല. അപ്പോൾ ഡോക്ടേഴ്സ് വന്ന് നോക്കുമ്പോൾ പ്ലേറ്ററ്റ് പക്ഷെ കുറവാണ്, എനിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങൾക്കൊരു കുഴപ്പമില്ല? ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സിദ്ധിയുണ്ടോ എന്ന് ചോദിച്ചു. അത് കന്നഡയിൽ ചോദിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. വൈഫ് പിന്നെ പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ഒരു തവണ പ്ലേറ്ററ്റ് തന്നു. വീണ്ടും എനിക്ക് ഡയാലിസിസ് ചെയ്യണം. ഇപ്പൊ ഈ ഡയാലിസിസും പ്ലേറ്ററ്റ് കുറയുമ്പോൾ ഡയാലിസിസ് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് ഡയാലിസിസ് ചെയ്യലും അതോടൊപ്പം ഒരേ സമയത്ത് പ്ലേറ്ററ്റും തന്നുകൊണ്ടിരിക്കണം, ഡയാലിസിസ് നടക്കണം. അപ്പോൾ പ്ലേറ്ററ്റ് കെട്ടാൻ വേണ്ടിയിട്ട് പ്ലേറ്ററ്റിന് ഒരു ഡോണറെ കിട്ടാനില്ല. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഡോണർ വന്നോ ചോദിച്ചു. ഞങ്ങൾക്കാണെങ്കിൽ ആരും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരേ ഗ്രൂപ്പിലുള്ള ബ്ലഡ് കിട്ടാനില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത്ഭുതകരമായിട്ട് ഒരു പരിചയമുള്ള ഒരു ചേട്ടൻ ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ എനിക്ക് പ്ലേറ്ററ്റ് തന്ന അതേ സമയത്ത് ഡയാലിസിസ് നടന്നു. അങ്ങനെ അതിനുശേഷം എന്നിട്ടും എനിക്ക് പ്ലേറ്ററ്റ് വളരെ കുറവാണ്. 10,000 മേലേക്ക് വരുന്നില്ല. എനിക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല താനും. ഡോക്ടർമാർക്കാകെ കൺഫ്യൂഷൻ, എന്തുകൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടില്ലാത്തതെന്ന്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. ഒരു ദിവസം രാവിലെ ഡോക്ടർ വന്ന് ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. ഉച്ചയ്ക്ക് വീണ്ടും ഡോക്ടർ വന്നു, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ നിങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നേ. ഞാൻ സാധാരണ പ്ലേറ്ററ്റ് കൗണ്ട് കുറഞ്ഞു കഴിയുമ്പോൾ പേഷ്യന്റ് അതുപോലെ ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾക്കാണെങ്കിൽ പനിയില്ല, തലവേദന, ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ പറയുന്നു. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഒരു കാര്യം ചെയ്യും, എന്റെ കാര്യങ്ങൾ ഗ്ലൂക്കോസ് കുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതൊന്ന് ഊരിത്താ, ഞാൻ ആ ഹോസ്പിറ്റൽ മുറ്റത്തോട് ഓടി കാണിച്ചു തരാം. അപ്പൊ എനിക്കൊരു കുഴപ്പമില്ല, ഡോക്ടർക്ക് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഡോക്ടർക്ക് വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു, നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു. പക്ഷെ ദൈവം ഞങ്ങളെ ഒത്തിരി സഹനത്തിലൂടെ ദൈവം ഞങ്ങളെ കൂടുതൽ സ്നേഹിച്ച് ഞങ്ങളെ മുന്നോട്ട് നയിക്കും. ഞാൻ ഈ കീമോയൊക്കെ ചെയ്യുമ്പോൾ, നമ്മുടെ ആദ്യത്തെ കീമോ ചെയ്ത് വന്നപ്പോൾ, കാരണം എൻ്റെ മുടി പിറ്റേ ദിവസമാണ് കുളിക്കുന്നത്. കുളിച്ചു കഴിഞ്ഞപ്പോൾ നല്ല മുടി ഉണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളതാണ് നമ്മുടെ മുടി എന്ന് പറയുമ്പോൾ. അത് ഒത്തിരി കെയർ ചെയ്യും നമ്മുടെ ശരീരത്തെക്കാട്ടും കൂടുതലായിട്ട് നമ്മളെ മുടിയെ നമ്മൾ കെയർ ചെയ്യും. പക്ഷെ കുളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിൽ വെള്ളം ഒഴിച്ച് തോർത്തിയപ്പോൾ ഈ തലയുടെ മുഴുവൻ ഇങ്ങനെ ഊരി വരാൻ തുടങ്ങി. കയ്യിലിങ്ങനെ കെട്ട് കണക്കിന് ഇങ്ങനെ ഊരി വരും ആ മുടി. എന്നിട്ട് ഞാനിങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോൾ നമ്മൾ
നമ്മൾ ഈ പൂച്ചയുടെ പുറത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എങ്ങനെയാ, ചൂടുവെള്ളം ഒഴിച്ച ചൂടുവെള്ളം ഒഴിച്ച എങ്ങനെയാ, അതേപോലത്തെ ഒരു അവസ്ഥയിൽ. അപ്പൊ എനിക്ക് സങ്കടം വന്നു, കാരണം കണ്ണൊക്കെ നിറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ എൻ്റെ മുടി മുഴുവൻ അത്രയും കാര്യമായിട്ട് കൊണ്ടു നടന്നിട്ട് ക്യാൻസർ വന്നാലൊന്നും എനിക്ക് ഒരു വിഷമവും ഇല്ല, അത് ചിന്തിക്കണേ ഇല്ല ഞാൻ. പക്ഷെ മുടി പോയപ്പോൾ എനിക്ക് സങ്കടം. പിന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ ഓട്ടോമാറ്റിക്കായി ചിന്തിച്ചു, ദൈവമേ, ഞാൻ ഈ മുടി പോയപ്പോൾ ഞാൻ ഇത്ര വേദനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശോ എത്രമാത്രം വേദനിക്കും. അതോടുകൂടി ഞാൻ നിർത്തി. മുടി എത്ര വേണമെങ്കിലും പോയിക്കോട്ടെ എന്ന്. ഒരു മുടി പോലും എൻ്റെ തലയിൽ ഉണ്ടായിരുന്നില്ല. കയ്യിലെ നഖം മുഴുവൻ ഊരിപ്പോയി. കൈൻ്റെ ഉള്ളും കൈ, കാലിന്റെ അടി എല്ലാം ഇങ്ങനെ ഒരു കൊമള പോലെ വന്നിട്ട് കാല് നിലത്ത് വെക്കാൻ പറ്റില്ല, നമുക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റില്ല, വായിലെ ഉള്ളിലെ തോലൊക്കെ പോയിട്ട്. കാരണം ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാനോ കൈ നീട്ടാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. എനിക്ക് വിശുദ്ധ കുർബാന കൊണ്ടു തരുമായിരുന്നു ആ സമയത്ത്. അപ്പൊ വിശുദ്ധ കുർബാന കൊണ്ടു തരുമ്പോൾ നാക്ക് നീട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മടിയാ. കാരണം കറുത്ത് നമ്മുടെ ഈ കരിക്കട്ട എങ്ങനെയാണോ അതേപോലെ എൻ്റെ നാക്ക്, കൈ, കാലെല്ലാം. അപ്പൊ ഞാനിങ്ങനെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറോട് പറയും, ഇങ്ങനെ സാറേ ഇങ്ങനെ എൻ്റെ കൈ. അപ്പൊ പറഞ്ഞു, കുഴപ്പമില്ല, ഇത് മരുന്നിന്റെ നല്ല ലഹരിയാന്ന് പറയും. ഞാൻ സാധാരണ കേട്ടിരിക്കുന്ന ഈ മദ്യപാന്മാർക്കൊക്കെയാണ് നല്ല ലഹരിയാന്നൊക്കെ കേൾക്കുന്നത്. ഈ മരുന്നിന് എന്ത് ലഹരിയാന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ കൈയിന്റെ നഖമൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഊരി വരുമ്പോൾ അതിൻ്റെയൊക്കെ വേദന ഭയങ്കരമായിരുന്നു. അതുപോലെ തന്നെ കൈയിന്റെ ഉള്ളിൽ ജപമാല പിടിക്കണത് ഞാൻ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ചെല്ലാൻ പറ്റില്ല. ഈ കൈ കൊണ്ട് കൈയിന്റെ ഉള്ളിൽ കോർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടും. ഈ ജപമാലയുടെ ഓരോ രഹസ്യങ്ങൾ ചെല്ലുമ്പോഴും എൻ്റെ കൈയിന്റെ ഉള്ളിൽ ഭയങ്കരമായ വേദന, നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ, കാലിൽ ബെഡിൽ പോലും വെക്കാൻ പറ്റില്ല. ആ അവസ്ഥയിൽ നിന്നല്ല ഞാൻ പറയും ഈശോയോട്, ഞാൻ പറയും, ഈശോയെ, എനിക്ക് 3 നിയോഗേ ഉള്ളൂ. ഒന്ന്, ശുദ്ധീകരണ ആത്മാക്കളെ, ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടരുത്, ഒരു പാപി പോലും നഷ്ടപ്പെടരുത്. അതുപോലെ തിരുസഭ എൻ്റെ ഏറ്റവും വലിയൊരു ജീവൻ. എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും സഭയെ വീണ്ടെടുക്കണം എനിക്ക്. എൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ട് ഈ സഹനങ്ങളെല്ലാം കഴിച്ച 3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വേദനയൊക്കെ. നമ്മൾ കീമോയിൽ പോകുമ്പോൾ, കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നല്ലൊരു ഇതാണ്. കാരണം അതിൻ്റെ മെഡിസിനൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ശരീരം മുഴുവൻ നീര് വെച്ച് വേറെ ഒരു വികൃത രൂപമാവും. നമ്മൾ ഒന്നും പറ്റില്ല, കണ്ണ് തുറക്കാൻ പറ്റില്ല, നീര് വെച്ചിട്ട് വീങ്ങിയിട്ട്, മരുന്നിന്റെ സൈഡ് എഫക്റ്റ്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണം ഒന്നും വേണ്ട. അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ. ആ ബുദ്ധിമുട്ടിൽ കൂടെ പോകുമ്പോഴും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു സന്തോഷം, വലിയൊരു ആനന്ദം. കാരണം നമുക്ക് സ്വർഗത്തിൽ നമുക്കൊരു അപ്പനുണ്ട്, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ. വിളിച്ചാൽ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു അപ്പനുണ്ട്, നമുക്കൊരു ഈശോ ഉണ്ട്. അമ്മ നമ്മളെ ചേർത്ത് പിടിച്ച്, അമ്മയുടെ നീല മേലങ്കി കൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയുണ്ട്. ഏത് പ്രതിസന്ധികളിൽ നിൽക്കുമ്പോഴും, സ്വന്തം മകനെ കുരിശിലേറ്റുമ്പോഴും നോക്കി നിന്നുകൊണ്ട് ആ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച ഒരു അമ്മയുണ്ട്. ആ അമ്മ നമുക്ക് എപ്പോഴും മാധ്യസ്ഥം വഹിക്കും. അമ്മയുടെ സന്നിധിയിൽ നമ്മൾ ജപമാല ചെല്ലുമ്പോൾ വലിയൊരു അനുഗ്രഹമാണ്. ജപമാല ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് താഴെ വെക്കാറില്ല. നടക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമമാണ്. കാരണം ജപമാല ചെല്ലിയില്ലെങ്കിൽ, ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെന്നായിരിക്കും, പക്ഷെ ജപമാല ചെല്ലിയില്ലെങ്കിൽ അത് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയങ്കര വേദന. എന്ന് ജപമാല ചെല്ലി, കാരണം ആ ഓരോ ജപമാല ചെല്ലുമ്പോഴും ഒരു രഹസ്യം, ഒരു ജപമാല ഞാൻ ചെല്ലുമ്പോൾ അത് ഒരേ ഒരു നിയോഗം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ ഒരു 10-18 ജപമാല ഒരു ദിവസം ചെല്ലും. ചില ദിവസങ്ങളിൽ 6, ചില ദിവസങ്ങളിൽ ചെല്ലാൻ പറ്റില്ല, എന്നാലും നന്മ നിറയും ചെല്ലും. എന്നാലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ഇതേപോലെ വേദനയിലൂടെ പോകുന്ന ക്യാൻസർ രോഗികൾക്ക് വേണ്ടി, രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് കൂടുതലായിട്ട് പ്രാർത്ഥന, യുവാക്കൾക്ക് വേണ്ടിയിട്ട്. ഇന്നത്തെ കാലഘട്ടങ്ങൾ ഒത്തിരിയേറെ മദ്യപാനത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന ഒത്തിരിയേറെ യുവത്വങ്ങളുണ്ട്. അവരെയൊക്കെ നമ്മുടെ സഹനത്തിലൂടെ വീണ്ടെടുക്കുക. അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. എന്തൊക്കെ സഹനങ്ങൾ ഇപ്പം എന്നോട് ചോദിക്കാറുണ്ട്, ഇനി തിരിച്ച് ക്യാൻസർ വന്നാൽ എന്ത് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, നേരെ ദിവികാരുണ്യ സന്നിധിയിൽ ചെല്ലും. ഇവിടെ ഒരു ചാപ്പലുണ്ട്. കാരണം ബാക്കി എല്ലായിടത്തും ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുക, തുറന്നിരിക്കുന്ന ഒരു ചാപ്പലുണ്ട്. ദിവികാരുണ്യ ഓടിച്ചെല്ലും. ഞാൻ എൻ്റെ ഈശോയെ 2 കൈ കൊണ്ട് ചേർത്ത് കെട്ടിപ്പിടിച്ച്, നീ തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുമെന്ന് പറയും. ഒരിക്കലും ഞാൻ എൻ്റെ ഈശോയോട് പരാതി പറഞ്ഞിട്ടില്ല. ഈ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ഈശോയെ ഒരിക്കലും പരാതി പറഞ്ഞു, എന്തുകൊണ്ട് എനിക്ക് തന്നു, എന്തിനാണ് എനിക്ക് ഈ വേദന എന്ന് ചോദിച്ചില്ല. ഈശോയെ തന്ന സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കും. 2 ദിവസം, ഒരാഴ്ചയായിട്ട് തീരെ കിടപ്പില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇപ്പൊ വലിയൊരു സഹനങ്ങളൊന്നും ഇല്ലല്ലോ, പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരു സഹനങ്ങളില്ലല്ലോ എന്ന്. അത് പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പേ എൻ്റെ പിറ്റേ ദിവസം ഞാൻ കിടന്നു. കാരണം എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച ജോസച്ചൻ എനിക്ക് വിശുദ്ധ കുർബാന വീട്ടിൽ കൊണ്ടു തന്നു. ഇന്ന് ഞാൻ പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ചു. കാരണം ഓരോ എല്ലിനും നട്ടലിനും മുഴുവൻ വേദന, എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. ആ സഹനങ്ങളൊക്കെ തരുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം. കാരണം എനിക്ക് ആത്മാക്കളെ നേടാൻ പറ്റുന്നുണ്ട്.
കാരണം പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാപികൾ എവിടെയെങ്കിലും ഒരു പാപി മാനസാന്തരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം സഭയിൽ ഒത്തിരിയേറെ ഈ സഭ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുക. ആ സഭയ്ക്ക് വേണ്ടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെയൊക്കെ വലിയൊരു ആനന്ദമുണ്ട്. നമ്മൾ സഹിക്കുമ്പോൾ, നമ്മുടെ വേദനകൾ നമ്മൾ സ്വന്തം ശരീരത്തിൽ വഹിക്കുമ്പോൾ, കാരണം ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയൊരു ആനന്ദവും വലിയൊരു സന്തോഷവും ഉണ്ട് നമുക്ക്. കാരണം നമ്മുടെ നിയോഗം, നമ്മുടെ മുന്നോട്ടുള്ള നിയോഗം ഇതാണ്. കാരണം സഭയ്ക്ക് വേണ്ടി, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരം. അപ്പൊ അതിലൂടെ നമ്മൾ പോകുമ്പോൾ ഈശോയുടെ പീഡാസഹനത്തോടുകൂടിയാണ് നമ്മൾ പോകുന്നത്. അതേപോലത്തെ വേദന ആ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാൻസറിന്റെ വേദന നമ്മളെ ഓരോ കോശങ്ങളും നമുക്ക് വേദനയാണ്. കാരണം ഒരേ എല്ലുകൾക്ക് വേദന, നമ്മുടെ ബോണൊക്കെ വീക്കാവും. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ വലിയൊരു സന്തോഷം. കാരണം ജീവിക്കുന്ന ഒരു ദൈവത്തെ സ്വീകരിക്കാൻ, ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവം നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് അറിയില്ല നമ്മളിത് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്. ഓരോ വഴികൾ കൊണ്ടുപോയി നമ്മളെ വീഴാതെ ഈശോ നമ്മളെ താങ്ങി നിർത്തും. ഈ ഒരു സഹനത്തിലൂടെ പോകുമ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ളൊക്കെ വലിയ കൃപ തന്ന ദൈവം ഞങ്ങളെ ഒത്തിരിയേറെ പരിപാലിക്കുന്നു. 13 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. കാരണം ഒത്തിരി സന്തോഷം. ഒരു കൂട്ടുകാരെ പോലെയാണ് ഞങ്ങൾ. കാരണം ഒന്നും ഞങ്ങൾക്ക് മറച്ചു വെക്കാനില്ല, എല്ലാം ഓപ്പണായിട്ട്. കാരണം ഒരു കൂട്ടുകാരെ പോലെ നമ്മളെങ്ങനെ എല്ലാം തുറന്നു പറയുന്ന ഒരവസ്ഥ. കാരണം ഇന്ന് വരെ ഞങ്ങളൊരു വഴക്കുണ്ടാക്കുവോ അല്ലെങ്കിൽ ഒരു മാറി നിൽക്കുക, ഒരു 5 മിനിറ്റ് പോലും, കൂടി വന്ന ഒരു 4-5 പ്രാവശ്യത്തിലുള്ള ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, അതിലപ്പുറത്തോട്ട് ഞങ്ങളുടെ പിണക്കങ്ങൾ പോകാറില്ല. ഇപ്പൊ ഞങ്ങൾ ഒട്ടും പിണങ്ങാറില്ല. കാരണം ഒരു തുറന്ന പുസ്തകം പോലെ നമ്മൾ ഈശോയുടെ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലത്തെ ഒരു ഫീലിംഗാണ്. കാരണം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അപ്പൊ നിങ്ങളെയൊക്കെ കണ്ടതിൽ ഒത്തിരിയേറെ സന്തോഷം. നിങ്ങളുടെ കൂട്ടായ്മ ഒത്തിരിയേറെ പടർന്ന് പന്തലിക്കട്ടെ, ലോകത്തിന്റെ നാനാ അതിർത്തികളിലേക്ക് പന്തലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ സമൃദ്ധമായി.